ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ആപ്കി അദാലത്തിൽ വരാൻ പോകുന്നത് ക്രിക്കറ്റ് ലോകത്തെ ഒരു ധൈര്യശാലിയായ സ്റ്റാറാണ്. അദ്ദേഹം എങ്ങനെയുള്ള ആളാണെന്ന് വെച്ചാൽ വളരെ പോപ്പുലറാണ്. ഗ്രൗണ്ടിലുള്ള പ്ലെയേഴ്സ്, അതായത് ബൗളേഴ്സ് ഇദ്ദേഹത്തിനെ കണ്ടാൽ പേടിക്കാൻ തുടങ്ങും. അദ്ദേഹം എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് വെച്ചാൽ ഗ്രൗണ്ടിൽ തനിക്കെന്ന് ഒരു സ്ഥാനം നേടിയെടുത്ത ഒരു പ്രത്യേക പ്ലെയറാണ്. ജനങ്ങൾ ഫോർസും സിക്സും അടിക്കണമെന്ന് ഡിമാൻഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാനിപ്പോൾ ഇൻവൈറ്റ് ചെയ്യാൻ പോണ് ആപ്കി അദാലത്തിലേക്ക് ക്രിക്കറ്റ് ലോകത്തിന്റെ സൂപ്പർ സ്റ്റാർ യുവരാജ് സിംഗ്. വെൽക്കം യുവരാജ് സിംഗ്. പിന്നെ യുവരാജ് സിംഗിന്റെ ഈ പ്രത്യേക എപ്പിസോഡിന് വേണ്ടി ഞങ്ങൾ ജഡ്ജിയായിട്ട് വിളിച്ചിരിക്കുന്നത് അദ്ദേഹവും എങ്ങനെയുള്ള ആളാണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ പോപ്പുലർ ആയിരുന്നു, സിക്സ് ഒക്കെ അടിച്ച്. ഞാൻ സ്വാഗതം ചെയ്യുന്നു ക്രിക്കറ്റർ ചേതൻ ശർമ്മയെ. സോ യുവരാജ്, ഇന്ന് താങ്കൾ ആപ്കി അദാലത്തിൽ സിക്സർ അടിക്കുമെന്ന് തോന്നുന്നു. നിങ്ങളുടെ ബൗൺസർ ബുദ്ധിമുട്ടായിരിക്കും സർ. എങ്ങനെ അടിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഇന്നത്തെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് ഇന്നത്തെ ജഡ്ജിയായ ചേതൻ ശർമ്മയോട് അതിനുള്ള അനുവാദം ചോദിക്കാം. ഈ നീതിപീഠത്തിന്റെ വിചാരണ തുടങ്ങുകയാണ്. വിചാരണ നമുക്ക് തുടങ്ങാം. ആപ്കി അദാലത്തിൽ യുവരാജ് സിംഗിന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ക്രിക്കറ്റർ യുവരാജ് സിംഗിന്റെ മേലുള്ള കുറ്റാരോപണം. ജീവിതത്തെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ അപ്രോച്ച് നോൺ സീരിയസ് ആണ്. യുവരാജ്, ഇത് ചോദിക്കാൻ എനിക്ക് കുറച്ച് സങ്കടമുണ്ട്. അതായത് വിദ്യാഭ്യാസത്തിൽ താങ്കൾ കുറച്ച് പിന്നോക്കമായിരുന്നു, എപ്പോഴും 0 ആണെന്നാണ് കേട്ടത്. സത്യമാണോ? അതെ, തീർച്ചയായും. ഞാൻ UKG-യിലൊക്കെ പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കുമായിരുന്നു. അന്നൊന്നും അധികം പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു 7-8 എത്തിയപ്പോൾ എനിക്കധികം പഠിക്കാൻ പറ്റാതായി. പിന്നെ ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് മുതൽ പിന്നെ എനിക്ക് പഠിത്തത്തിലുള്ള ഇൻട്രസ്റ്റും പോയി എന്ന് പറയാം. ഗെയിം പോലെ തന്നെ താങ്കളുടെ ശ്രദ്ധ മുഴുവനും സിനിമയിലായിരുന്നു. ഒരു ആക്ടറാണോ എന്നായിരുന്നു ആഗ്രഹം? എൻ്റെ അച്ഛൻ ഒരുപാട് പഞ്ചാബി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. സോ ഞാൻ അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നു. പിന്നെ ആ സമയത്ത് ഒരുപാട് പുതിയ സ്റ്റാറുകൾ വന്നു. അമിതാഭ് ബച്ചൻ അപ്പോൾ സ്റ്റാറായിരുന്നു. അദ്ദേഹത്തെ പോലെയൊക്കെ ആകാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ആകാൻ കഴിഞ്ഞില്ല. ജനങ്ങളൊന്നും കണ്ടിരിക്കാൻ സാധ്യതയില്ല താങ്കൾ പഞ്ചാബി പടത്തിൽ എങ്ങനെ അഭിനയിച്ചെന്ന്. അതിൽ നിന്നൊരു സീൻ ഇപ്പോൾ ഞാൻ ജനങ്ങളെ കാണിക്കാൻ പോവുകയാണ്. താങ്കൾ എങ്ങനെയാണ് സിനിമയിൽ അഭിനയിച്ചത്? വേണ്ട സാർ, ആ മുഖമൊന്നും ആരെയും കാണിക്കില്ല സാറേ. ഒരുപക്ഷെ പബ്ലിക് ഡിമാൻഡ് ആണെങ്കിൽ കാണിക്കാം. ഞാൻ എങ്ങനെയാ ചെയ്തതെന്നൊക്കെ കാണാം. യുവരാജ് സിംഗ് ഒരു പഞ്ചാബി സിനിമയിൽ ആക്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്കിപ്പോൾ കാണാം. ഇപ്പോൾ അതിൽ നിന്നൊരു സീനാണ് കാണാൻ പോകുന്നത്. നല്ല കാര്യമാണ് ചെയ്യുന്നത്. ഒരു പയ്യനെ രക്ഷപ്പെടുത്തുകയാണ്. അങ്ങനെ ഇദ്ദേഹത്തിന് ഒരു പ്രൈസ് കിട്ടുന്നു. സാർ, അത് ഞാൻ സ്കൂളിൽ എല്ലാത്തിലും ഫെയിൽ ആകാറുണ്ടായിരുന്നു. അന്ന് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, മോനെ നിനക്കധികം പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ 1 മാസം പഠിത്തത്തിൽ നിന്ന് ബ്രേക്ക് എടുത്തോ, അപ്പോൾ നിനക്ക് നിന്റെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കാം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ റോൾ എന്നോട് ചെയ്യാൻ പറഞ്ഞു. എനിക്കും അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നി. കാരണം 1 മാസം എനിക്ക് സ്കൂൾ ലീവ് കിട്ടുമല്ലോ. സോ ഞാനൊന്ന് പോയിട്ട് ഈ ഡിഫറൻ്റ് ആയിട്ടുള്ള ഈ റോൾ എനിക്ക് അഭിനയിക്കേണ്ടതായിട്ട് വന്നു സാർ. കുറച്ചാൾ മുൻപ് ഷാറൂഖ് ഖാൻ്റെ അടുത്ത് എങ്ങനെ ആക്ട് ചെയ്യണമെന്നുള്ള ട്രെയിനിങ് എടുത്തെന്ന് കിട്ടും. ഷാറൂഖ് ഖാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആക്ടറാണ്, എൻ്റെ ഫേവറേറ്റ് ആക്ടർ. അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോൾ സംസാരിച്ചാലും അത് ഉപകാരപ്രദമായിരിക്കും, വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അത്. പിന്നെ ഒരുപാട് തവണ സ്റ്റേജുകളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ തമാശകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ എപ്പോഴൊക്കെ കണ്ടാലും അതൊരു നല്ല ഓർമ്മയാണ്. പിന്നെ അദ്ദേഹം ദേവദാസിലെ ഒരു ഡയലോഗ് താങ്കൾക്ക് പഠിപ്പിച്ചു തന്നു. അതായത് ഈ ലവ് ഫെയിലിയർ കാരണം ആരെങ്കിലും മദ്യപിക്കുമോ എന്നുള്ള. അത് അദ്ദേഹത്തിന് എന്നെപ്പറ്റി നന്നായിട്ട് അറിയാം. ഞാനൊരു പഞ്ചാബി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പഞ്ചാബി സിനിമയിൽ ഡയലോഗ് ഡെലിവറി വളരെ നന്നായിരിക്കും എന്നാണ്. ഞാൻ ഹിന്ദിയിലാണ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ സ്റ്റേജ് ലൈഫ് ക്ലോസ് ആയിപ്പോയേനെ സാർ. സോ ഞാൻ അതുകൊണ്ട് പഞ്ചാബിയിൽ ചെയ്തു സാർ. അപ്പോൾ സത്യത്തിൽ താങ്കളുടെ ഇൻട്രസ്റ്റ് ഫിലിമിലായിരുന്നു, ക്രിക്കറ്റിൽ വളരെ കുറവായിരുന്നു അല്ലേ? അതെ, എന്നെപ്പറ്റി അങ്ങനെ ഒരു പെർസെപ്ഷൻ രൂപപ്പെട്ട് കഴിഞ്ഞു. പിന്നെ ക്രിക്കറ്റിൽ ഞാൻ അധികം ഒന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു. ബാക്കി കാര്യങ്ങളാണ് ശ്രദ്ധിച്ചതെന്ന് പറയാറുണ്ട്. പക്ഷേ അത് സത്യമാണെന്ന് പറയാൻ പറ്റില്ല.
പിന്നെ ഇക്കാര്യവും ഞാൻ അറിഞ്ഞിരുന്നു. കുട്ടിക്കാലം മുതലേ താങ്കൾക്ക് ക്രിക്കറ്റിൽ അത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പിന്നെ പട്ടിയാലയിലേക്ക് താങ്കളെ അയച്ചപ്പോൾ നവജോത് സിംഗ് സിദ്ധു വലിയൊരു പ്ലെയറാണ്. അദ്ദേഹം ഒരു 5 ദിവസം കഴിഞ്ഞ് താങ്കളുടെ അച്ഛന് ഫോൺ ചെയ്തിട്ട് ഇവനെ തിരിച്ച് വിളിച്ചുകൊണ്ട് പോയി ഇവനെ ക്രിക്കറ്ററൊന്നും ആവാൻ പറ്റില്ലെന്ന്. അതെ, സത്യമാണ്. ആ സമയത്ത് പട്യാലയിലുണ്ടായിരുന്ന പ്ലേയേഴ്സ് എല്ലാവരും വളരെ നന്നായിട്ട് കളിക്കുന്നവരായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ വിചാരിച്ചത് നവജോത് സിംഗ്, അദ്ദേഹം നല്ലൊരു പ്ലെയർ ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്നെ പറഞ്ഞയച്ചാൽ ഞാനൊരു നല്ല പ്ലെയറായി മാറുമെന്ന്. അന്ന് സിദ്ധു സാർ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന സമയമായിരുന്നു. എപ്പോഴെങ്കിലുമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. 2-3 ദിവസം എനിക്ക് പ്രാക്ടീസ് തന്ന് ഞാൻ എങ്ങനെയൊക്കെ കളിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹം എൻ്റെ അച്ഛനെ ഫോൺ വിളിച്ച് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ വീട്ടിലേക്ക്. ഞങ്ങളവിടെ ഇരുന്നപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ മോനെ കൊണ്ട് അധികം ക്രിക്കറ്റ് കളിക്കാൻ പറ്റില്ലെന്നാണ്. അവൻ്റെ ഉള്ളിൽ ആ ഒരു ഇതില്ല, അതായത് എന്താ പറയുക, ടാലൻ്റ് ഇല്ല എന്നൊക്കെ. അപ്പോൾ എൻ്റെ അച്ഛൻ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു 15-20 സെക്കൻഡ് സൈലൻ്റ് ആയിട്ടിരുന്നു. അദ്ദേഹത്തിന് എന്ത് പറയണമെന്ന് പിടികിട്ടിയില്ല. അപ്പോൾ കുറച്ചു നേരം ഇരുന്ന ശേഷം അദ്ദേഹം പറഞ്ഞു, മോനെ ലഗേജൊക്കെ എടുത്തോ, നിനക്ക് പ്ലെയർ ആകാൻ പറ്റുമല്ലോ എന്ന്, ഞാനൊന്ന് നോക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതിനുശേഷം കഷ്ടപ്പെടേണ്ട ജോലി തുടങ്ങി. അതിനുശേഷം അടുത്ത 4-5 വർഷത്തേക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ തന്നെയായിരുന്നു. എൻ്റെ ക്രിക്കറ്റ് ഷെഡ്യൂൾ എങ്ങനെയായിരുന്നു എന്ന് നോക്കിയാൽ, രാവിലെ എഴുന്നേൽക്കണം, റണ്ണിങ്ങിന് പോകണം, പിന്നെ കോളേജ് ഗ്രൗണ്ടിൽ എൻ്റെ അച്ഛൻ കോച്ചായിട്ടുണ്ടാവും ചണ്ഡീഗഡിലുള്ള ഡേവി കോളേജിൽ. സോ രാവിലെ കോളേജിൽ പോകണം, ഉച്ചയ്ക്ക് തന്നെ അദ്ദേഹം ഉറങ്ങാൻ അനുവദിക്കും. വൈകുന്നേരം ചണ്ഡീഗഡിൽ മറ്റൊരു സ്റ്റേഡിയം ഉണ്ട്, അവിടെ പോയി പ്രാക്ടീസ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ജിമ്മിൽ പോകണം. പിന്നെ രാത്രി വീട്ടിനകത്ത് തന്നെ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ ആ ഗാർഡൻ വളരെ മനോഹരമായി പരിപാലിച്ചിരുന്നു. അദ്ദേഹം ആ ഗാർഡൻ അവിടുന്ന് ഒഴിവാക്കി. ആ ഗാർഡന് പകരം അവിടെ അദ്ദേഹം ഒരു 17 ഇഞ്ച് പിച്ച് റെഡിയാക്കി, പിന്നെ നെറ്റ്സ് റെഡിയാക്കി. രാത്രി ടെന്നീസ് ബോളിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി, അതും നനഞ്ഞ ടെന്നീസ് ബോളിൽ. അതിലെന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. സിദ്ധു എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ, അതായത് താൻ വേസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്ലെയർ അതിനുശേഷം വലിയൊരു പ്ലെയറായിട്ട് മാറിയത്? അതെ, അതിനുശേഷം ഒരു 4-5 കൊല്ലത്തിനുള്ളിൽ ഞാൻ നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി. അണ്ടർ-19 ഇന്ത്യൻ ടീമിലേക്ക് ഞാൻ സെലക്ട് ആയി. പിന്നെ ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ക്യാമ്പ് പട്യാലയിലായിരുന്നു അന്ന്. പിന്നെ അന്ന് തന്നെ സിദ്ധു സാറ് കാണാൻ വന്നിരുന്നു. അന്ന് അദ്ദേഹം ഞാൻ ബാറ്റിംഗ് ചെയ്യുന്നത് കണ്ട് ശരിക്കും ഷോക്കായി. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹം എൻ്റെ അച്ഛനെ ഫോൺ വിളിച്ച്, എനിക്ക് തെറ്റുപറ്റിപ്പോയി, നിങ്ങളുടെ മോൻ ഒരുപാട് ടാലൻ്റുള്ള കുട്ടിയാണെന്ന് എൻ്റെ അച്ഛനോട് പറഞ്ഞു. ഞങ്ങൾ താങ്കളുടെ ആക്ടിംഗ് ക്ലിപ്പ് കണ്ടു, അതുപോലെ താങ്കളുടെ ക്രിക്കറ്റ് കരിയറിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. 6 6 അടിച്ചത്, അത് ഓരോരുത്തർക്കും ആ സീൻ വളരെ നന്നായിട്ട് മനസ്സിലുണ്ട്. സീരിയസ് ആയിട്ട് അന്ന് കളിക്കണമെന്ന് വിചാരിച്ചോ, അതോ വെറും ആക്ടിങ് മാത്രമായിരുന്നോ അത്, ജസ്റ്റ് ആക്ടിങ്? അങ്ങനെയൊക്കെ ആക്ടിങ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എല്ലാ മാച്ചിലും ആക്ടിങ് ചെയ്യായിരുന്നല്ലോ. പക്ഷേ അന്ന് ആ മാച്ചിൽ ഞങ്ങൾ ജയിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ ലാസ്റ്റ് 2 മാച്ചസിൽ എൻ്റെ പെർഫോമൻസ് അത്ര നല്ലതല്ലായിരുന്നു. ലാസ്റ്റ് 2 ഓവറായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് എല്ലാ ബോളും അടിച്ച് കളിക്കേണ്ടതായിട്ട് വന്നു. 15-20 ബോളേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഈ കാര്യം നല്ല ഓർമ്മയുണ്ട്. ഒരു ബാറ്റ്സ്മാന് എപ്പോഴും ആ ഒരു ഫീലിംഗ് ഉണ്ടാവും, അതായത് ഒരു നല്ല ഫീലിംഗ് എപ്പോഴും ഉള്ളിലുണ്ടാവും. അതായത് നമ്മുടെ ബാറ്റിൽ ബോൾ നന്നായിട്ട് കൊള്ളും. അന്നൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി, പക്ഷേ മാച്ചിൽ എനിക്ക് അത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ആ ടൂർണമെൻറ്റിൽ എനിക്ക് ആ ഒരു നല്ല ഫീലിംഗ് ഉണ്ടായിരുന്നു, ബോൾ അടിച്ചാൽ നന്നായിട്ട് പോകുമെന്ന്. സോ ആ ദിവസം എനിക്ക് ദൈവാനുഗ്രഹം ഉണ്ടായി. താങ്കൾ 6 6 അടിക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തിരുന്നു, ഫ്ലിൻഡോഫിനും താങ്കൾക്കും എന്തോ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ വളരെ സ്നേഹത്തോടെ സംസാരിച്ചത് സാർ. ഇതിനു മുന്നേയും എന്നോട് ഫാൻസും പിന്നെ ജനങ്ങളും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ അദ്ദേഹത്തോട് എന്താ പറഞ്ഞത്, അദ്ദേഹം നിങ്ങളോട് എന്താ പറഞ്ഞതെന്ന്. ആ ഒരു കാര്യം എനിക്ക് ഇവിടെ ഒരിക്കലും പറയാൻ പറ്റില്ല സാർ, കാരണം അത് വളരെ സ്നേഹത്തോടെ സംസാരിച്ച കാര്യമാണ്. അതായത് അവിടെ പറഞ്ഞ വൃത്തികേട് ഇവിടെ പബ്ലിക്കിന്റെ മുന്നിൽ പറയാൻ പറ്റില്ലെന്നാണോ? ആദ്യം ഞാൻ ചീത്തവിളി കേട്ടു, പിന്നെ ഞാൻ എൻ്റെ സ്റ്റൈലിൽ കുറേയൊക്കെ തിരിച്ചു കൊടുത്തു. പിന്നെ എന്താ സംഭവിച്ചെന്നാൽ അത് ഒരു ബിൽഡപ്പായിട്ട് മാറി. അത് എങ്ങനെയെന്ന് വെച്ചാൽ അദ്ദേഹം എന്നോടെന്തോ പറഞ്ഞു, ഞാനതിന് മറുപടി എന്നോണം നല്ലവണ്ണം തിരിച്ചും പറഞ്ഞു. എനിക്കന്ന് നല്ല ദേഷ്യം വന്നിരുന്നു. പറഞ്ഞതിനൊക്കെ ഒരു തിരിച്ചടി കൊടുക്കണമെന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ടായി. അദ്ദേഹം അങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ, അപ്പം ഞാനും തിരിച്ചെന്തെങ്കിലും ചെയ്യണമെന്ന്. നാച്ചുറലി 6 സിക്സറുകൾ അടിക്കാൻ അവസരം കിട്ടി, ഞാനതടിച്ചു. അപ്പോൾ ആ കണക്ക് ശരിയായി? അതെ, കണക്കുകളൊക്കെ ശരിയായി. മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടിരുന്നു, T20 തോറ്റുപോകുന്ന സമയത്ത്. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, കൂടുതലും തോറ്റുപോകാൻ കാരണം ഈ പ്ലെയേഴ്സിന്റെ നൈറ്റ് ക്ലബിൽ പോകുന്ന യാത്ര കൊണ്ടാണെന്ന്. നൈറ്റ് ക്ലബ് പാർട്ടിയുടെ ലിസ്റ്റിൽ താങ്കളുടെ പേരായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതെ. IPLന്റെ സമയത്ത് പാർട്ടിക്ക് പോകുന്നത്
രാത്രി കൂടുതൽ ഉറക്കമൊളിക്കുന്നത് അതിന്റെ എഫക്റ്റാണ് പെർഫോമൻസിൽ കാണിക്കുന്നതെന്ന്. നോക്കൂ, ഈ ടൂർണമെന്റ് IPLന് ശേഷം നടന്നത്, അതായത് 2020 വേൾഡ് കപ്പ്, ഞങ്ങളെപ്പറ്റി എപ്പോഴും മീഡിയയിൽ ഇങ്ങനെയൊക്കെയാണ് പറയാറ്. അതായത് എപ്പോഴൊക്കെ ഇന്ത്യൻ ടീം തോറ്റാലും ഞങ്ങൾക്ക് നേരെ ഓരോ കുറ്റങ്ങളായിട്ട് ചുമത്തും. ഞങ്ങൾ നന്നായിട്ട് കളിച്ചില്ല എന്ന് പറയില്ല, വിച്ച് ഈസ് സംടൈംസ് ഫെയർ, സംടൈംസ് അൺഫെയർ. പക്ഷേ ഐ തിങ്ക് വി ആർ റെസ്പോൺസിബിൾ ഇൻഡിവിജ്വൽസ്, ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നവരാണ്. സോ ഞങ്ങൾക്ക് അറിയാം, അതായത് രാജ്യത്തിന് വേണ്ടി കളിക്കുക എന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നത്. നമ്മുടെ ശരീരത്തിന് അറിയാം, ഒരുപക്ഷെ നമ്മൾ രാത്രി പാർട്ടിക്ക് പോവുകയാണെങ്കിൽ അടുത്ത ദിവസം മാച്ച് ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ശരിക്കും കളിക്കാൻ പറ്റില്ല. IPL പാർട്ടീസിൽ പല കാര്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. അവിടെ മോഡൽസ് കാണും, പെൺകുട്ടികൾ കാണും, പിന്നെ പല പ്ലേയേഴ്സും ആ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ട് റൂമിലേക്കും പോകാറുണ്ട്. ഇതൊന്നും ഞാനിതുവരെ കേട്ടിട്ടില്ലല്ലോ സാർ. ഇതൊക്കെ എനിക്ക് പുതുതായിട്ടാണ് തോന്നുന്നത്. നോക്കൂ, IPL ഒരു വലിയ ഈവൻ്റാണ്. പിന്നെ എവിടെയാണോ ഇങ്ങനെയുള്ള ഈവൻ്റ് നടക്കുന്നത്, ക്രിക്കറ്റ് ആൻഡ് ബോളിവുഡ് ഇന്ത്യയിലെ വലിയ 2 ഈവൻ്റുകളാണ്. സോ നിങ്ങൾ രണ്ടിനെയും കൂട്ടിക്കൊഴിക്കുകയാണെങ്കിൽ എപ്പോഴും കോൺട്രവേഴ്സീസ് ഉണ്ടാവും സർ. പിന്നെ ആ കോൺട്രവേഴ്സിയിൽ എന്താ പറയുന്നത് വെച്ചാൽ, ആ പാർട്ടിക്ക് ഏത് പ്ലെയർ പോകുന്നോ ഇല്ലയോ, ഒരു പ്ലെയർ, അതായത് യുവരാജ് സിംഗ് എല്ലാ പാർട്ടിയിലും കാണുന്നു. അല്ല, ഈ മുംബൈയുടെ മാച്ച് മുംബൈയിൽ നടക്കുമ്പോൾ എനിക്കൊരിക്കലും ആ പാർട്ടിക്ക് പോകാൻ പറ്റില്ല സർ. കാരണം ഞാൻ കളിക്കുന്നത് പഞ്ചാബിന് വേണ്ടിയിട്ടാണ്. സോ ഐ തിങ്ക് ഈ അലിഗേഷൻ വളരെ തെറ്റായിട്ടുള്ള ഒന്നാണ്. പിന്നെ എപ്പോഴും ഇത് തെറ്റായിട്ടുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ നന്നായിട്ട് കളിക്കുന്ന ദിവസങ്ങളിൽ എല്ലാം തന്നെ നമുക്ക് ഫേവറബിൾ ആയിരിക്കും. പക്ഷേ നമ്മൾ കളിക്കാത്ത ദിവസങ്ങളിൽ അത് പാർട്ടിയായിട്ടോ അല്ലെങ്കിൽ പെണ്ണുങ്ങളുമായിട്ടോ ഒക്കെ റിലേറ്റ് ചെയ്യും. പിന്നെ ഫിറ്റ്നസ് ശരിയല്ല എന്ന് പറയും. ഐ തിങ്ക് ദാറ്റ്സ് അൺഫെയർ. ആണെങ്കിൽ സത്യം എന്താണെന്നുള്ള കാര്യം താങ്കൾക്ക് പബ്ലിക്കിനോട് പറയാമല്ലോ. അല്ല, സത്യത്തിൽ ഞാൻ പുറത്തു പോകാറില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പുറത്തു പോകാറുണ്ട്. പക്ഷേ എൻ്റെ 10 വർഷത്തെ കരിയറിൽ ഞാൻ മാച്ച് നടക്കുന്ന സമയത്ത് പുറത്ത് എവിടെയും പോയിട്ടില്ല. പിന്നെ പാർട്ടിക്ക് പോകാൻ ആഗ്രഹിക്കുന്ന പ്ലെയർ ഞാൻ മാത്രമൊന്നുമല്ല. ഒരുപാട് പ്ലേയേഴ്സിന് പുറത്തു പോകാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഓരോരുത്തർക്കും ഓരോ ഇമേജ് ക്രിയേറ്റ് ആവും. അതായത് പാകിസ്ഥാൻ ക്യാപ്റ്റനായിട്ട് ഇമ്രാൻ ഖാൻ ഉള്ളപ്പോൾ അദ്ദേഹം നല്ലൊരു പ്ലെയറാണ്, നല്ലൊരു ബൗളറാണ്, നല്ലൊരു ബാറ്റ്സ്മാൻ ആണ്. പിന്നെ അദ്ദേഹത്തിനെ കാണാനും സൗന്ദര്യമുണ്ട് താങ്കളെപ്പോലെ. താങ്ക് യു. പിന്നെ അദ്ദേഹത്തിന്റെ ടീഷർട്ടിൽ എഴുതിയിട്ടുണ്ടായിരിക്കും ബിഗ് ബോയ്സ് പ്ലേ അറ്റ് നൈറ്റ്. ആ ടീഷർട്ട് താങ്കൾക്കും സെറ്റാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, ഇമ്രാൻഖാന് ക്രിക്കറ്റിൽ വലിയ പേര് തന്നെയാണ് ഉള്ളത്. ആ ടീഷർട്ട് അദ്ദേഹത്തിനെ ചേരുള്ളൂ. പക്ഷേ ഐ തിങ്ക് ബിഗ് ബോയ്സ് ഹാവ് ടു പ്ലേ അറ്റ് ഡേ അറ്റ് ഗ്രൗണ്ട്, ഓൺലി ദെൻ ദേ ക്യാൻ പ്ലേ അറ്റ് നൈറ്റ്. പിന്നെ ആരൊക്കെ ബിഗ് ബോയ്സ് ഡേയിൽ കളിച്ച് തോൽക്കുന്നുവോ അവർ രാത്രി പബ്ബിലേക്ക് പോയി അവിടെ വഴക്കുണ്ടാക്കാറുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു തെറ്റായിട്ടുള്ള അലിഗേഷനാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു അനാവശ്യമായിട്ടുള്ള ഒരു തർക്കം നടന്നിരുന്നു. ഞങ്ങൾ വെസ്റ്റ് ഇൻഡീസിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അത് പബ്രോൾ എന്നൊരു സ്ഥലത്ത് വെച്ച്. പിന്നെ മറ്റൊന്ന്, അതെ, നോ ഡൗട്ട്, അവിടെ ഞങ്ങൾ ശരിക്കും കളിച്ചിരുന്നില്ല. പിന്നെ ആക്ച്വലി ശരിക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, വൈകുന്നേരം ഓസ്ട്രേലിയ പാകിസ്ഥാൻ മാച്ച് നടക്കാനുണ്ടായിരുന്നു. ഞങ്ങളത് കാണണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഹോട്ടൽ റൂമിൽ ആ മാച്ച് കാണാൻ പറ്റിയില്ല. സോ ഞങ്ങളെല്ലാവരും ഒന്നിച്ചായിരുന്നു. അവിടെ എല്ലാ റെസ്റ്റോറൻറ്റും അങ്ങനെ തന്നെയാണ്. റെസ്റ്റോറൻറ്റിൽ ബാർ ഉണ്ടാവും, റെസ്റ്റോറൻറ്റ് ഉണ്ടാവും. പിന്നെ അറിഞ്ഞു അത് ബാർ കൂടിയാണ്. രാത്രി ഡിസ്കോ ഉണ്ടാവും, പുലർച്ചെ 4 മണിവരെയൊക്കെ ഉണ്ടാവും. പിന്നെ അലിഗേഷൻ തെറ്റായിട്ടുള്ള ഒന്നാണ്. ഞങ്ങൾ 9 മണിവരെ ഭക്ഷണം കഴിക്കുകയായിരുന്നു. പിന്നെ ഇത് വളരെ ഒബ്വിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ത്യൻ ടീം തോൽക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. അന്ന് അമേരിക്കയിൽ നിന്ന് കാണാൻ വന്നവരൊക്കെ ഇന്ത്യൻ ടീം തോറ്റതിൽ വളരെ പ്രയാസപ്പെട്ടു. പിന്നെ ആ കൂട്ടത്തിലൊരാൾ ഞങ്ങളിൽ ഒരാളെ വല്ലാതെ കുറ്റം പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റിയാക്ഷൻ അയാളെ അടിക്കാനൊന്നും പോയില്ല. ഞങ്ങൾ അവരോട് ഇത്രയേ പറഞ്ഞുള്ളൂ, പ്ലീസ് ഡോണ്ട് ടോക്ക് ലൈക്ക് ദിസ്. പിന്നെ ഞങ്ങൾ സെക്യൂരിറ്റിയോട് പറഞ്ഞു ഇവരെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണമെന്ന്. പിന്നെ സെക്യൂരിറ്റി അവരെ അവിടെ നിന്ന് പറഞ്ഞയച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇതാണെന്ന് നടന്നത് സർ. ഇത്രയും നല്ല നല്ല കാര്യങ്ങൾ നടന്നിട്ടും ബോർഡ് താങ്കൾക്ക് നോട്ടീസ് അയച്ചല്ലോ. നോക്കൂ സർ, അതായത് സർ, അവിടെ ജനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മീഡിയ എന്താണ് ക്യാരി ചെയ്യുന്നത് അതാണ് നമ്മൾ കേൾക്കുക. ഇന്നത്തെ ദിവസം നമ്മൾ TV ഓൺ ചെയ്ത് വെക്കുമ്പോൾ അതിൽ നമ്മളെ അറിയാത്തവർ പോലും നമ്മളെപ്പറ്റി, അതായത് അവർ പറയുന്ന ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടുക. സോ അവർ ഞങ്ങളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തതാണ്. ഞങ്ങൾ ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയാണ് കളിക്കുന്നത്, ഞങ്ങൾ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറാണ്. പിന്നെ ഞങ്ങളുടെ രാജ്യത്തെ മോശമായിട്ട് ബാധിക്കുന്ന രീതിയിൽ ഞങ്ങളൊന്നും തന്നെ ചെയ്യില്ല. നോക്കൂ, ഒരു പക്ഷേ സച്ചിൻ തെണ്ടുൽക്കർ ഉണ്ടായിരുന്നെങ്കിൽ, രാഹുൽ ദ്രാവിഡ് ഉണ്ടായിരുന്നെങ്കിൽ ആരാണ് വഴക്കുണ്ടാക്കിയെന്ന് അവർ പറയില്ല. പക്ഷേ യുവരാജ് സിംഗ് ആയതുകൊണ്ട് പറയുന്നു.
നോക്കൂ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു കാര്യത്തിനും വഴക്കുണ്ടാക്കിയിട്ടില്ല. ഇതൊക്കെ മീഡിയയുടെ ഒരു പെർസെപ്ഷനാണ്. അതായത് ഞാനൊരു ദേഷ്യമുള്ള ആളാണ്, ഞാൻ റൂഡാണ്, ഞാൻ എല്ലാവരോടും ഫൈറ്റ് ചെയ്യും. പക്ഷേ ഞാൻ ഇതുവരെ ഒരാളോടും ഫൈറ്റ് ചെയ്തിട്ടില്ല. വീട്ടിൽ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവും, പക്ഷേ പബ്ലിക്കിൽ പോയിട്ട് ഞാൻ ഇതുവരെ ആരോടും ഒരു വഴക്കും ഉണ്ടാക്കിയിട്ടില്ല. ഇതാണ് സർ സത്യാവസ്ഥ. താങ്കൾ പബ്ലിക്കിൽ വഴക്കുണ്ടാക്കിയ കാര്യമൊക്കെ കേൾക്കാൻ നന്നായിട്ടുണ്ട് യുവരാജ്. താങ്കളുടെ ഇമേജ് അങ്ങനെ ഡെവലപ്പായി. പക്ഷെ ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചത് എന്താണെന്ന് വെച്ചാൽ ക്രിക്കറ്റ് ലോകത്ത് താങ്കൾക്ക് ഒരു ബാഡ് ബോയ് ഇമേജ് വന്നിരിക്കുന്നു, അത് മാറ്റണമെന്നുള്ളതാണ്. ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ എനിക്ക് അതിനുവേണ്ടി താങ്കൾ എന്തെങ്കിലും സ്റ്റെപ്പ് എടുക്കണ്ടേ? അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇനി നിങ്ങളുടെ കയ്യിൽ വല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നന്നാവും. ഇത് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം, അവരുടെ അടുത്ത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന്. കാരണം ഈ ഇമേജ് പബ്ലിക്കിന്റെ മനസ്സിലാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ബാഡ് ബോയ് ഇമേജ് എന്ന് പറഞ്ഞാലും ശരി, നിങ്ങൾ പബ്ലിക് ഇമേജ് എന്ന് പറഞ്ഞാലും ശരി, നിങ്ങൾ മീഡിയ ഇമേജ് എന്ന് പറഞ്ഞാലും എൻ്റെ അടുത്ത് ഇതുവരെ ഒരു ഫാൻ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതായത് നിങ്ങൾ ക്ലബ്ബിൽ പോയിട്ട് ഡാൻസ് കളിക്കുന്നു, അതുപോലെ രാത്രി 2 മണിക്ക് നിങ്ങൾ വളരെ വേഗത്തിൽ കാർ ഓടിക്കുന്നു എന്നൊന്നും. ഞാൻ ഇതുവരെ ഒരുപാട് ഫാൻസിനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവരൊക്കെ എന്നോട് സംസാരിച്ചത് ഈ വിധത്തിലാണ്. അതായത് നിങ്ങൾ നല്ല പ്ലെയറാണ്, നന്നായിട്ട് സിക്സറുകൾ അടിക്കുന്നുണ്ട്, നിങ്ങൾ ഇന്ത്യക്ക് അഭിമാനമാണ് എന്നൊക്കെ. താങ്കളും ആഗ്രഹിക്കുന്നില്ലേ ഈ ബാഡ് ബോയ് ഇമേജ് ഒന്ന് മാറണമെന്ന്? അതിന് ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന സമയത്ത് സിക്സർ അടിച്ചാൽ മതി. ഉറപ്പായിട്ടും ഞാൻ ശ്രമിക്കാം. യുവരാജ്, എൻ്റെ അടുത്ത് കുറ്റങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. പക്ഷെ ഒരു ബ്രേക്ക് വേണം. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ക്രിക്കറ്റർ യുവരാജ് സിംഗിനോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. ടിവിയിൽ ദിവസം താങ്കൾ പ്രീതി സിന്ധയെ ഹഗ് ചെയ്യുന്ന സീൻ കാണാൻ പറ്റുന്നുണ്ട്. താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പ്രീതി സിന്ധയെ ഹഗ് ചെയ്യുന്ന സമയത്ത് എൻ്റെ എനർജിയുടെ ലെവൽ വളരെയധികം കൂടുന്നു. അതിനുശേഷം അവര് യുവരാജ് എൻ്റെ ബ്രദറാണെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ക്രിക്കറ്റ് ലോകത്തെ സൂപ്പർ സ്റ്റാറായ യുവരാജ് സിംഗ് ആണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ക്രിക്കറ്റർ യുവരാജ് സിംഗിന്റെ മേലുള്ള കുറ്റാരോപണം, ഇദ്ദേഹം ക്രിക്കറ്റ് ലോകത്തെ ഒരു പ്ലേ ബോയായി മാറി എന്നുള്ളതാണ്. ഇപ്പോൾ യുവരാജ്, എനിക്ക് ഇത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതായത് ഷാരൂഖ് ഖാൻ IPL അവാർഡ് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, യുവരാജ് സിംഗിന്റെ വലിയ ഫാൻസ് സ്ത്രീകളാണെന്ന്, അദ്ദേഹത്തിന്റെ ഇമേജ് കാസിനോ പോലെയാണെന്നും പറഞ്ഞു. ഇത് നോക്കൂ സർ, ഷാറൂഖ് ഖാൻ ഒരു ആക്ടറാണ്. ഒരു ആക്ടറിന് സംസാരിക്കാൻ ഒരുപാട് കാശ് കൊടുക്കാറുണ്ട്. സോ എനിക്ക് തോന്നുന്നത് ഷാറൂഖ് ഖാൻ ആരോ പണം കൊടുത്ത് ഇങ്ങനെ പറയാൻ പറഞ്ഞതാണ്, അല്ലാതെ അത് സത്യമല്ല. പക്ഷെ താങ്കൾ ഷാരൂഖ് പറഞ്ഞതിന് എന്താണ് ഉത്തരം പറഞ്ഞത്? അത് പറയണമെങ്കിൽ എനിക്കും കാശ് കിട്ടണം. താങ്കൾ പറഞ്ഞത് ജനങ്ങളോടൊന്ന് പറയൂ. ഷാരൂഖ് ഖാൻ കരൺ ജോഹറിനൊപ്പം ഇരിക്കുന്നതുകൊണ്ടാണ് സ്ത്രീകളാരും വരാത്തതെന്ന്. നോക്കൂ സർ, എനിക്ക് നേരെ ഇത്രയും വലിയൊരു അലിഗേഷനാണ് ചുമത്തിയത്. അപ്പം ഞാനും തിരിച്ചെന്തെങ്കിലും ഒരു അലിഗേഷൻ ചുമത്തണ്ടേ? ഇത് ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ പറയാൻ താങ്കൾക്ക് പണം വല്ലതും നൽകിയോ? പകുതി കാശ് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ബാക്കി പകുതി ഞാൻ തന്നെ പറഞ്ഞു. പക്ഷേ ഇതിനെന്താണ് കാരണം? കുറച്ചുനാൾ കുറച്ച് സ്ത്രീകളോടൊപ്പം താങ്കളുടെ പേര് വരാറുണ്ടല്ലോ. അവർ മീഡിയയ്ക്ക് കാശ് കൊടുത്തിട്ടുണ്ടാവും. നോക്കൂ, ഞാൻ ഈ കാര്യം വീണ്ടും പറയാണ്. അതായത് ഞാനും ഒരു ആൺകുട്ടിയാണ്, അല്ലേ? ഞാനൊരു ആൺകുട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഒരുപക്ഷെ എനിക്കൊരു നോർമൽ ഫീലിംഗ് വരികയാണെങ്കിൽ, അതായത് ഞാനൊരു പയ്യനാണല്ലോ, അപ്പോൾ എനിക്ക് നോർമലായിട്ട് ഫീലിംഗ് വരികയാണെങ്കിൽ അതൊരു പെണ്ണിനോടായിരിക്കും. അതൊരു നോർമലായിട്ടുള്ള കാര്യമാണ്. ഇതിനൊക്കെ ജനങ്ങൾ എന്തിനാ ഇത്ര റിയാക്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആരെ ഡേറ്റ് ചെയ്താൽ അവർക്കെന്താ പ്രശ്നം? ഇവരൊക്കെ കോളേജ് പിള്ളേരാണ്, അവർക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാവാം. കോളേജിൽ പോകുന്നവർക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാവാം, സ്വാഭാവികം. സ്കൂളിൽ പോകുന്നവർക്കും ഒരു പക്ഷേ അതുണ്ടാവാം. അവരൊക്കെ പുറത്ത് കറങ്ങാറുണ്ട്. സോ അവരെ പോലെ തന്നെ ഞാനും ഒരു നോർമൽ മനുഷ്യനാണ്. സോ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ രാജ്യത്തിന് വേണ്ടി കളിക്കുന്നത് കൊണ്ട് എന്നെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ പുറത്തു പോകുന്ന സമയത്ത് ന്യൂസ് പേപ്പറുകളിലൂടെ ഈ കാര്യങ്ങൾ എല്ലാവരും അറിയുന്നു. താങ്കൾ ആൺകുട്ടികളെ ഡേറ്റ് ചെയ്യാതിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്.
അതെ, ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നു. ഇതും വലിയൊരു കുറ്റാരോപണമാണ്. അതായത് വലിയൊരു ഫിലിം സ്റ്റാറിനൊപ്പമാണ് ഈ കുറ്റാരോപണം. പലപ്പോഴും നിങ്ങളുടെ പേര് വെച്ചാണ് പറയാറുള്ളത്. കാരണം സാധാരണ പെൺകുട്ടികളുടെ കൂടെയാണ് എൻ്റെ പേര് ചേർത്ത് പറയുന്നെങ്കിൽ ആ വാർത്തയ്ക്ക് അത്ര റീച്ച് കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഫിലിം സ്റ്റാറിൻ്റെ കൂടെ ഓ, പറയുന്നു. അപ്പോൾ ഫിലിം സ്റ്റാർ അല്ലാതെ നോർമലായിട്ടുള്ള പലരും ഉണ്ട് അല്ലേ? അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറയാം. ഇതാ നോക്കൂ, കിം ശർമ്മ, മിനിഷ ലാംബ, ദീപിക പദുകോൺ, റൈമ സെൻ, കരീഷ്മ കോട്ടക്, പിന്നെ ആ അൻഷൽ കുമാർ. വളരെ വലിയൊരു ലിസ്റ്റ് ഉണ്ടല്ലോ. നോക്കൂ, ഞാൻ ഒരു കാര്യം മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞങ്ങൾ രാജ്യത്തിന് വേണ്ടി കളിക്കുന്നവരാണ്. അറ്റ് ദ മൊമെൻറ്റ് ബോളിവുഡ് ഓർ ഫിലിം ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധമുള്ളവരാണ്. സോ ജനങ്ങൾക്കെല്ലാവർക്കും ഫിലിം സ്റ്റാർസിനെ അറിയാം. പിന്നെ നമ്മൾ ആരെങ്കിലുമൊക്കെ കണ്ടുമുട്ടിയാലും അത് പെട്ടെന്ന് തന്നെ പുറത്തറിയും. സോ ഇത് ജനങ്ങളൊരിക്കലും അറിയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്കെല്ലാവരെയും അറിയാം. പക്ഷേ ഐ തിങ്ക് ഒരുപാട് കാര്യങ്ങൾ ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ ആയി മാറും. പിന്നെ ഒരു കണ്ടുമുട്ടലിൽ തന്നെ നമ്മുടെ സിനിമയുടെ മുഴുവൻ കഥയും പറയും. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ശരിയായാലും തെറ്റായാലും അതൊക്കെ ന്യൂസ് വിൽക്കാനുള്ള തന്ത്രങ്ങൾ മാത്രമാണ്. ഒരാൾ എന്താ പറയുന്നത് വെച്ചാൽ ദിവസവും ടി.വിയിൽ താങ്കൾ പ്രീതി സിന്റെ ഹഗ് എന്ന സീൻ കാണാൻ പറ്റുന്നുണ്ടോ? പ്രീതി സിൻഡ ഞങ്ങളുടെ പഞ്ചാബ് ടീമിൻ്റെ ഓണറാണ്, ഞങ്ങളുടെ ബോസും കൂടിയാണ്. സോ ഞങ്ങൾ നന്നായിട്ട് കളിക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും സന്തോഷിക്കും. പിന്നെ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഞാൻ ആ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. ഞങ്ങൾ എന്നൊക്കെ നന്നായിട്ട് കളിച്ചാലും അവർ ഞങ്ങളുടെ അടുത്ത് വന്ന് അപ്രിഷ്യേറ്റ് ചെയ്യും. അത് ഞങ്ങളുടെ കളിക്കാർക്ക് തീർച്ചയായിട്ടും. സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പ്രീതി സിന്റെ ഹഗ് ചെയ്യുന്ന സമയത്ത് എന്റെ എനർജി ലെവൽ വളരെയധികം കൂടുന്നു. ഈ പറഞ്ഞതിൽ തെറ്റായിട്ടുള്ളതൊന്നുമില്ലല്ലോ. അതായത് ഒരു പെൺകുട്ടി നമ്മളെ വന്ന് കണ്ടുമുട്ടുകയാണെങ്കിൽ അത് നല്ലൊരു മീറ്റിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ മൊമെൻറ്റ് വളരെ നല്ലൊരു മൊമെൻ്റായി മാറും. അത് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. ഇതിൽ തെറ്റായിട്ടുള്ള കാര്യമൊന്നുമില്ലല്ലോ. അതിനുശേഷം അവർ യുവരാജ് എൻ്റെ ബ്രദർ ആണെന്ന് പറയേണ്ടി വന്നു. നോക്കൂ, കാര്യങ്ങൾ ഇത്രയ്ക്ക് വലുതായതിനു ശേഷം ജനങ്ങളെ ഒരുപാട് കഥകളൊക്കെ പറയാൻ തുടങ്ങി. സോ അവർ തന്നെ രാഖിയും കെട്ടി. ദീപിക പദുകോണെ കുറിച്ച് താങ്കൾ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ദീപിക പദുകോൺ എന്റെ ഹൃദയം തകർത്ത് കളഞ്ഞെന്ന്. ഞാൻ വളരെ സീരിയസ് ആണെന്ന്. ഞാൻ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അല്ലല്ല, ഒരു ന്യൂസ് പേപ്പറിൽ ഇങ്ങനെയൊക്കെ ചില വന്നു. ന്യൂസ് പേപ്പറുകളിൽ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരും. പക്ഷേ അത് ഞാൻ കൊടുത്തതല്ല. ദാറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. മറ്റൊരു സ്റ്റേറ്റ്മെന്റും വന്നിരുന്നു, എനിക്ക് പ്രേമത്തിൽ മുഴുകിയിരിക്കാൻ വളരെ ഇഷ്ടമാണ്. ഇത് എന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല. ഇത് ഞാൻ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് അല്ല. പിന്നെ ഇക്കാര്യവും ഒരിക്കൽ സ്പ്രെഡ് ആയിരുന്നു. അതായത് ഒരു ഇറ്റാലിയൻ പെൺകുട്ടിയോടൊപ്പം തങ്ങൾക്ക് എന്തോ ബന്ധമുണ്ടെന്നുള്ള. ഇതും എൻ്റെ സ്റ്റേറ്റ്മെന്റ് അല്ല. നോക്കൂ, ഞാൻ ഈ കാര്യം വീണ്ടും പറയാണ്, ഇതൊക്കെ വെറും ഗോസിപ്പുകളാണ്. അല്ലാതെ ഇതിലൊന്നും ഒരു സത്യാവസ്ഥയും ഇല്ല. അപ്പൊ എത്രത്തോളം സത്യമുണ്ട്? 5%. അപ്പോൾ ഇതിലൊരു സത്യം കാണില്ലേ? രാഖി സവന്ത് എങ്ങനെ സ്വയംവരം നടത്തിയോ അതുപോലെ താങ്കളുടെ സ്വയംവരവും നടക്കാൻ സാധ്യതയുണ്ട്. അല്ല, അത് ഞാൻ ശരിക്കും സ്വയംവരം ചെയ്യാനിരുന്നതായിരുന്നു. പക്ഷേ ഇനി അത് പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ പേരുകൾ നോക്കുകയാണെങ്കിൽ ആദ്യം ധോണിയുടെ പേരാണ് വന്നത്. പക്ഷേ അദ്ദേഹത്തിന് വിവാഹം നടന്നു. ഇപ്പോ മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ ആരാണെന്ന് വെച്ചാൽ താങ്കളാണ്. അതെ. പക്ഷേ എനിക്ക് ആ ഷോ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഐ തിങ്ക് ഒരാളെ പെട്ടെന്ന് കണ്ട് കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ അതെനിക്കൊരിക്കലും കഴിയില്ല. നമ്മുടെ ജീവിത പങ്കാളിയാകാൻ പോകുന്ന ഒരാൾ, നമ്മുടെ കൂടെ ജീവിതകാലം മുഴുവനും ജീവിക്കേണ്ട ഒരാൾ, അങ്ങനെ ഒരാളെ നമ്മൾ കണ്ടുമുട്ടി കുറേ ടൈം സ്പെൻഡ് ചെയ്യണം. അങ്ങനെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കണം. അതായത് ഇയാളുടെ കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ, അവർക്ക് നമ്മുടെ കൂടെ പറ്റുമോ, നമുക്ക് ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമോ. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഇതൊരു വലിയ സ്റ്റെപ്പാണ്. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ സ്റ്റൈൽ എന്താണെന്ന് പറയൂ. എൻ്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ അൺഫോർച്ചുനേറ്റ്ലി ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ജീവിതകാലം മുഴുവനും ഒന്നിച്ച് ജീവിക്കാനുള്ള പാർട്ട്ണറെ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരുപാട് കുറവുകൾ എനിക്കും ഉണ്ടാവാം, അവർക്ക് മാത്രമേ ഉള്ളൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നെങ്കിലും ഒരു നാൾ എനിക്കൊരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അന്ന് ഞാൻ ഉറപ്പായിട്ടും ആ കുട്ടിയെ കല്യാണം കഴിക്കും. പക്ഷേ ഇക്കാര്യം സത്യമല്ലേ? താങ്കൾ വളരെ പെട്ടെന്ന് തന്നെ ഇമോഷണലി അപ്സെറ്റ് ആകുന്ന ആളാണ്. ഞാൻ ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഞാൻ ഒരിക്കലും അത് പുറത്ത് കാണിക്കുന്ന ഒരാളല്ല. സോ
എനിക്ക് എല്ലാ കാര്യങ്ങളിലും ജീവിതത്തിൽ വലിയ ലെസണുകൾ കിട്ടിയിട്ടുണ്ട്. സോ ഇപ്പോൾ ഇമോഷനുകൾ ഞാൻ എൻ്റെ കൺട്രോളിൽ വെക്കാറുണ്ട്. ഞാൻ മറ്റൊരു കാര്യം കൂടി അറിഞ്ഞിരുന്നു. അതായത് താങ്കൾ എപ്പോഴൊക്കെ ഇമോഷണലി അപ്സെറ്റ് ആവുന്നോ അപ്പോഴെല്ലാം താങ്കളുടെ അമ്മ താങ്കളോടൊപ്പം ടൂർ വരാറുണ്ടെന്നും. അല്ല, ഒരിക്കലും അങ്ങനെ ഒരു കാരണത്തിന് വേണ്ടി എൻ്റെ അമ്മ ഒരിക്കലും വരില്ല. എൻ്റെ അമ്മ എന്നോട് ഇടയ്ക്കിടെ പറയാറുണ്ട്, ഞാൻ കുട്ടിക്കാലത്ത് അമ്മയോട് പറയാറുണ്ടായിരുന്നു അത്രേ, ഞാനൊരിക്കൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആവുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ സ്ഥലങ്ങളും കാണിക്കുമെന്ന്. സോ ആ ഒരു കാര്യം എനിക്ക് വളരെ നന്നായിട്ട് ഇമോഷണലായിട്ട് ടച്ച് ചെയ്യുന്ന ഒന്നാണ്. എൻ്റെ അമ്മയ്ക്ക് ക്രിക്കറ്റ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അച്ഛനും ഇന്ത്യക്ക് വേണ്ടി ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എവിടെയൊക്കെ ക്രിക്കറ്റ് കളിച്ചാലും ഇംഗ്ലണ്ട് ആയാലും ഓസ്ട്രേലിയ ആയാലും വെസ്റ്റ് ഇൻഡീസ് ആയാലും സൗത്ത് ആഫ്രിക്ക ആയാലും അവിടെയൊക്കെ അവർ വന്ന് കാണും. അപ്പോൾ താങ്കൾ ഒരു ക്യാപ്റ്റനായി അവരെ എല്ലായിടത്തും കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു നാൾ എന്ന് വരും? നോക്കൂ, ഇതൊന്നും നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല. എല്ലാവർക്കും ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങളൊക്കെ കാണും, അതായത് സ്വന്തം രാജ്യത്തെ നയിക്കുക എന്നൊക്കെ. ആ സാർ നമസ്കാരം. നമസ്കാരം, പറയൂ. സാറേ, ഈ ചോദ്യം എന്താന്ന് വെച്ചാൽ ഇത് എന്റെ മാത്രമല്ല ഇവിടെയുള്ള എല്ലാ ജനങ്ങളുടെയും ചോദ്യമാണ്. അത് ഫിലിം സ്റ്റാർസിന്റെ കൂടെ മാത്രം എന്താ ഈ ക്രിക്കറ്റേഴ്സ് അഫയർ വെച്ചേ? ഫിലിം സ്റ്റാർസിന്റെ കൂടെ? ഫിലിം സ്റ്റാറിന്റെ കൂടെ എന്തിനാ അഫയർ വെച്ചിരിക്കുന്നത്? ഫിലിം സ്റ്റാർസിന്റെ കൂടെ എന്തുകൊണ്ടാണ് അഫയർ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കും അതിന്റെ കാരണം അറിയില്ല. ഒരു പക്ഷേ ഇത് ഇങ്ങനെയായിരിക്കുമോ? ഫിലിം സ്റ്റാർസ് ആണ് താങ്കളെ പോലുള്ള ആൾക്കാരോട് അഫയർ? അത് സത്യമായിരിക്കാം. അത് ഞാൻ അംഗീകരിക്കുന്നു. ഇല്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഞങ്ങൾ അവരുടെ കൂടെ അഫയർ വെക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ. ഈ ബോളിവുഡും ക്രിക്കറ്റും IPL ശേഷം എത്രമാത്രം ഒന്നിച്ചു എന്ന് ചോദിച്ചാൽ എല്ലാ മാച്ചുകൾക്ക് ശേഷം അവർ ഒത്തുകൂടാറുണ്ട്. പിന്നെ അതൊന്നും നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള വേറൊരു ഒത്തുകൂടലൊന്നും അല്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് TV-യിൽ കാണിക്കുന്നത് യുവരാജ് എപ്പോഴൊക്കെ നന്നായിട്ട് കളിക്കുന്നു അപ്പോഴൊക്കെ ദീപിക പണുകൊണ്ടെങ്കിൽ കാണും. എൻ്റെ ശ്രദ്ധ എപ്പോഴും കളിയിൽ മാത്രമായിരിക്കും, മറ്റുള്ളവരെ ഞാൻ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല. അടുത്ത ചോദ്യം എന്താണെന്ന് ചോദിക്കൂ സാർ. ഈ കാലഘട്ടത്തിലെ ക്രിക്കറ്റിൽ ധാരാളം പണമുണ്ട്, ഗ്ലാമറുണ്ട്, ഇതിൽ പല രീതിയിലുള്ള അട്രാക്ഷൻസ് ഉണ്ട്. സോ വഷളാകാനുള്ള എല്ലാ ചാൻസും ഉണ്ടല്ലേ? വഷളാകാനുള്ള ചാൻസ് ഇതിലൊരു 90-95% ഉണ്ട്. കാരണം ഞങ്ങൾ കളിക്കാൻ തുടങ്ങുന്ന സമയത്തായാലും ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്തായാലും ഒരുപാട് കഷ്ടപ്പെടും. പിന്നെ യങ് ഏജിൽ നമുക്ക് ഒരുപാട് ഗ്ലാമർ കിട്ടും, ഒരുപാട് അറ്റൻഷൻ കിട്ടും. സോ ഒബ്വിയസ്ലി ഒരുപാട് പേർ ഇതിലൂടെ വഴിതെറ്റാനുള്ള സാധ്യതയുണ്ട്. സോ ഒരു ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തേക്ക് പോകുമ്പോൾ നമുക്ക് ആ ലോകം ഒരു സ്വർഗം പോലെ തോന്നാം. പിന്നെ ഞാൻ തുടങ്ങിയിരുന്ന സമയത്ത്, അതായത് എൻ്റെ ഫസ്റ്റ് മാച്ചിൽ ഞാൻ വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിരുന്നു. എനിക്കതൊരു പുത്തൻ ഉണർവായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു, അതിൽ നിന്നൊക്കെ പഠിച്ച് ഞാൻ തിരുത്തി. നമ്മളെല്ലാവരും കണ്ടതാണ് പാകിസ്ഥാനിലെ യങ് പ്ലേയേഴ്സ്, അതായത് ഒരു 10-18 വയസ്സ് കാണും, അവര് മാച്ച് ഫിക്സിങ്ങിൽ പണം വാങ്ങുന്ന സമയത്ത് പിടിക്കപ്പെട്ടു. സാർ, ഇപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ അത് വളരെ നാണക്കേടുള്ളൊരു കാര്യമാണ്. കൺട്രിക്ക് വേണ്ടി ആസ് എൻ ഇൻഡിവിജ്വൽ ഇതുപോലെയൊക്കെ പെരുമാറിയതിന്. പിന്നെ യങ് ഏജാണ്, ഇതുപോലെ ഒരുപാട് മനുഷ്യർ ഇടയ്ക്ക് വെച്ച് വഴി തെറ്റാറുണ്ട്. അതൊക്കെ വലിയൊരു ഡിസ്ട്രാക്ഷൻ തന്നെയാണ്. പിന്നെ നമ്മുടെ സത്യസന്ധത എന്നും നമ്മുടെ കൂടെ ഉണ്ടാവണം. എന്നെ സംബന്ധിച്ചിടത്തോളം രാത്രി നമുക്ക് പണത്തേക്കാളും ഉറക്കം തന്നെയാണ് കൂടുതൽ പ്രധാനം. കാരണം തലയണയിൽ തലവെച്ച് കിടക്കുമ്പോൾ നമുക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റണം. പിന്നെ ഉറങ്ങുന്നതിന് മുന്നേ നമ്മുടെ മനസ്സിൽ ഒരുപാട് വേസ്റ്റുകൾ ഉള്ളതായിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം തന്നെ വേസ്റ്റാണെന്ന് പറയാം. ഞാനൊരു റിപ്പോർട്ട് വായിച്ചിരുന്നു, അതിൽ അവർ പറയുന്നത് ഞങ്ങൾ IPL കളിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയോടാണ് ഉണ്ടായിരുന്നത്. വീട്, കാറ്, അങ്ങനെ പല കാര്യങ്ങളും വാങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നു. അവസാനം വീടും കാറും ഒക്കെ വാങ്ങിച്ചു. അപ്പോൾ ആ കടം അടയ്ക്കാനുള്ള പ്രഷറല്ലേ അവർക്ക് കൂടുതൽ, അതിനുവേണ്ടി വാങ്ങിച്ചു കാണും. നോക്കൂ, ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആളുകളുടെയും സീനിയേഴ്സിൻ്റെയും ഒക്കെ അഡ്വൈസ് ചോദിക്കാറുണ്ട്. ഞാനെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെയുള്ള യങ് ക്രിക്കറ്റേഴ്സ് എല്ലാവരും അവരുടെ സീനിയേഴ്സിനോട് അഡ്വൈസ് ചോദിച്ചു വാങ്ങണം. കാരണം ഞങ്ങളുടെ കരിയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ സൗരവ് ഗാംഗുലി, സച്ചിൻ തെണ്ടുൽക്കർ, കുംബ്ലെ, രാഹുൽ ദ്രാവിഡ് ഇവരൊക്കെ ഞങ്ങളുടെ നല്ല സീനിയേഴ്സ് ആയിരുന്നു. ഇന്ന് അവരൊക്കെ നല്ല ഐക്കൺസ് ആയിട്ട് മാറിക്കഴിഞ്ഞു. അവരിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ മാച്ച് ഫിക്സിങ്ങിന് വേണ്ടി താങ്കളുടെ അടുത്തേക്ക് ആരെങ്കിലും വന്നാൽ എന്തായിരിക്കും താങ്കളുടെ റിയാക്ഷൻ? എൻ്റെ അടുത്ത് അങ്ങനെ ആരും മാച്ച് ഫിക്സിങ്ങിന് വേണ്ടി സമീപിക്കില്ല. കാരണം എൻ്റെ ബോഡി ലാംഗ്വേജ്, പിന്നെ എൻ്റെ പെരുമാറ്റം, അതുപോലെ ഞാൻ സംസാരിക്കുന്ന വിധം, എൻ്റെ രാജ്യത്തിൻ്റെ കാര്യത്തിൽ ഞാൻ എത്രമാത്രം സ്ട്രോങ് ആണെന്ന് വെച്ചാൽ ആരും എന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റില്ല. ഞാനതൊരിക്കലും അനുവദിക്കുകയില്ല. കാരണം എൻ്റെ രാജ്യം തന്നെയാണ്. ഞാൻ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന ഒരാളാണ്. അതെന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ്.
കുഞ്ഞുപ്രായം മുതലേ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് ഇന്നീ കാണുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ രാജ്യത്തെ ജനങ്ങൾ ഒരിക്കലും ഞാൻ കാരണം തലകുനിക്കുന്ന ഒരവസ്ഥ നേരിടാൻ പാടില്ല. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം നമുക്ക് ആ തകർന്ന ഹൃദയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ യുവരാജിന്റെ മേലുള്ള അടുത്ത കുറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. സച്ചിൻ തെണ്ടുൽക്കർ ഒരുപാട് കുസൃതികൾ കാണിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹം പുറത്തങ്ങനെ കാണിക്കാറില്ലെങ്കിലും അദ്ദേഹം ഒരു കുസൃതിക്കാരൻ തന്നെയാണ്. ടീമിലെ മറ്റാരേക്കാളും വലിയൊരു കുസൃതിക്കാരൻ അദ്ദേഹം തന്നെയാണ്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ പോപ്പുലറായ യുവരാജ് സിംഗിനോടാണ്. ആപ്കി അദാലത്തിൽ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ക്രിക്കറ്റർ യുവരാജ് സിംഗിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം കുസൃതി നിറഞ്ഞ പ്ലെയറാണ് എന്നുള്ളതാണ്. യുവരാജ്, ഞാൻ എന്താ കേട്ടെന്ന് വെച്ചാൽ ജയിച്ചതിന് ശേഷം റൂമിൽ വെച്ച് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ആ കേക്ക് താങ്കളുടെ കയ്യിൽ വെച്ചെത്തിയാൽ എല്ലാ പ്ലെയേഴ്സും ദൂരെ മാറി നിൽക്കുമെന്നാണ് കേട്ടത്. നോക്കൂ, വിജയത്തിന് ശേഷം നമ്മളത് ആഘോഷിച്ചല്ലേ മതിയാവും. പിന്നെ ഏതൊരു മനുഷ്യനും ഗെയിമിൻ്റെ കാര്യം വരുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് മാറും. ആ സമയത്ത് ഓരോരുത്തരുടെ ഉള്ളിലുള്ള ഒരു കൊച്ചുകുട്ടി അല്ലെങ്കിൽ ഒരു ചെകുത്താൻ, ഇങ്ങനെയുള്ള ചില ചുരുക്കം സന്ദർഭങ്ങളിൽ അത് പുറത്തു വരാറുണ്ട്. കേക്കൊക്കെ എടുത്ത് മുഖത്തൊക്കെ തേക്കും. പിന്നെ കേക്ക് എൻ്റെ കയ്യിൽ മാത്രമേ കിട്ടാറുള്ളൂ എന്നൊന്നുമില്ല, എല്ലാവർക്കും കേക്ക് കിട്ടാറുണ്ട്. അത് മറ്റൊരാളുടെ മുഖത്ത് തേക്കാറുമുണ്ട്. അത് ഞങ്ങളുടെ ടീമിലൊരു ട്രെൻഡായിട്ട് മാറി. ആർക്കാണോ ബർത്ത്ഡേ വരുന്നത് അവരുടെ മുഖത്ത് ഉറപ്പായിട്ടും കേക്ക് തേക്കും. ഞാൻ അറിഞ്ഞത് സച്ചിൻ തെണ്ടുൽക്കറിനെ പോലുള്ള സീനിയർ പ്ലെയേഴ്സിന്റെ മുഖത്ത് പോലും തേക്കുമെന്നാണ്. അദ്ദേഹം എങ്ങനെയുള്ളൊരു പ്ലെയറാണെന്ന് വെച്ചാൽ എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാൻ പേടിയാണ്. സോ ഞാനും ഹർഭജനും ചേർന്ന് എപ്പോഴും ഒരു പ്ലാൻ ഇടും. അതായത് സച്ചിൻ തെണ്ടുൽക്കറിനെ എങ്ങനെ പിടിക്കാമെന്ന്, അദ്ദേഹത്തിൻ്റെ കൈ എങ്ങനെ കെട്ടണം, അതുപോലെ എങ്ങനെ മുഖത്ത് കേക്ക് തേക്കണം എന്നൊക്കെ. പക്ഷേ അദ്ദേഹം ഞങ്ങളെക്കാളൊക്കെ വലിയൊരു കുസൃതിക്കാരനാണ്. ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യമൊക്കെ അദ്ദേഹം എങ്ങനെയോ മനസ്സിലാക്കും. അദ്ദേഹം റിവേഴ്സായിട്ട് ഞങ്ങളുടെ മുഖത്ത് കേക്ക് തേക്കാൻ വരും. സച്ചിൻ തെണ്ടുൽക്കർ ഒരു കുസൃതിക്കാരനാണെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. സച്ചിൻ തെണ്ടുൽക്കർ ഒരുപാട് കുസൃതികൾ കാണിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹം പുറത്തങ്ങനെ കാണിക്കാറില്ലെങ്കിലും അദ്ദേഹം ഒരു കുസൃതിക്കാരൻ തന്നെയാണ്. ടീമിലെ മറ്റാരേക്കാളും വലിയൊരു കുസൃതിക്കാരൻ അദ്ദേഹം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഗ്രൗണ്ടിൽ കാണുന്ന സച്ചിൻ തെണ്ടുൽക്കർക്കും അതിനുശേഷം പവലിലേക്ക് പോകുന്ന സച്ചിൻ തെണ്ടുൽക്കർക്കും വലിയ വ്യത്യാസമുണ്ടെന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, അദ്ദേഹം ഫീൽഡിലും ഒരുപാട് കുസൃതികൾ കാണിക്കാറുണ്ട്. അദ്ദേഹം ലൈനിൽ നിന്നിട്ട് ഞങ്ങളുടെ നേരെ കൈ കാണിച്ചുകൊണ്ട് ദേ ക്യാപ്റ്റൻ നിങ്ങളെ വിളിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷേ ക്യാപ്റ്റനെ നോക്കിയാൽ അദ്ദേഹം വേറെന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സോ അദ്ദേഹം ഇങ്ങനെ കുറേ തമാശകൾ കാണിക്കാറുണ്ട്. പിന്നെ ബാറ്റിങ്ങിൻ്റെ കാര്യം വരുമ്പോൾ ഞങ്ങളൊക്കെ നെർവസ് ആവും. പക്ഷേ അദ്ദേഹം എല്ലാം വളരെ കൂളായിട്ടാണ് നേരിടാറ്. ബാറ്റിംഗ് ഒക്കെ ഈസിയാണ് അദ്ദേഹത്തിന്. താങ്കൾ സച്ചിൻ തെണ്ടുൽക്കറിനെ പോലുള്ള വലിയ ബാറ്റ്മാൻ്റെ കൂടെ ബാറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അവരെ പോലുള്ളവരുടെ സപ്പോർട്ട് താങ്കൾക്ക് ലഭിക്കുമോ? ഐ തിങ്ക് അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ ബാറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു വലിയ പ്ലെയറാണെന്ന് നമ്മളെ തന്നെ അദ്ദേഹം തോന്നിപ്പിക്കും. അദ്ദേഹം എന്താ പറയാറെന്ന് വെച്ചാൽ, നീ ഔട്ടാകാതെ കളിക്കുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ജയിക്കും, നീ ഔട്ടാകുകയാണെങ്കിൽ നമ്മൾ തോൽക്കുമെന്ന്. സോ നമുക്ക് അതിലൂടെ എത്രമാത്രം കോൺഫിഡൻസ് ആണ് കിട്ടുക. അതായത് ഒരു വലിയ പ്ലെയർ നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നെർവസ് ആണെങ്കിലും അതിൽ നിന്നൊക്കെ പുറത്തു വരാൻ പറ്റും. സച്ചിൻ തെണ്ടുൽക്കറിന്റെ അടുത്ത് അത്രയ്ക്ക് എന്താ ഉള്ളത്? ഇത്രയും വർഷങ്ങൾ കളിച്ചതിന് ശേഷവും അദ്ദേഹം ഇന്നും ക്രിക്കറ്റിലെ ഒരു ടോപ്പറാണ്. മൈതാനത്തിൽ ഇറങ്ങിയാൽ റൺ അടിക്കാൻ തുടങ്ങും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി, അദ്ദേഹം വളരെ ഹമ്പിളാണ്, ഒരു ഡൗൺ ടു എർത്ത് പേഴ്സണാണ്. അദ്ദേഹം 200 അടിച്ചാലും 300 അടിച്ചാലും ഇനി 0 ഔട്ടായാലും അദ്ദേഹം എപ്പോഴും എല്ലാവരോടും ഒരേപോലെ നല്ല രീതിയിൽ സംസാരിക്കും. അതിപ്പോൾ എത്ര വലിയവനായാലും ശരി, ഒരു റിക്ഷാക്കാരനാണെങ്കിലും ശരി, എല്ലാവരോടും അദ്ദേഹം ഒരേപോലെ സംസാരിക്കും. പിന്നെ എല്ലാ യങ്സ്റ്റേഴ്സിനെയും അദ്ദേഹം ഒരുപാട് സഹായിക്കും. താൻ വലിയൊരു പ്ലെയറാണെന്ന് ഒരിക്കലും പുറത്ത് കാണിക്കാറില്ല. പിന്നെ ടെക്നിക്കലി ക്രിക്കറ്റിൽ ഒരുപാട് വേർഡ്സൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കിയാൽ അദ്ദേഹം ടെക്നിക്കലി വേൾഡ്സ് ബെസ്റ്റ് ബാറ്റ്സ്മാൻ ആണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഹാർഡ്ലി മറ്റുള്ള ബാറ്റ്സ്മാൻമാർക്കുള്ള ഫോൾട്ടൊന്നും ഒരിക്കലും ഇല്ല. ചിലരൊക്കെ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവാറുണ്ട്, ചിലർക്ക് സ്ട്രോക്ക് നന്നായിട്ട് വരില്ല. പക്ഷേ അദ്ദേഹം ടെക്നിക്കലി നല്ലൊരു സ്ട്രോങ് ബാറ്റ്സ്മാനാണ്. പിന്നെ ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു തരത്തിൽ ഗോഡ്സ് ഗിഫ്റ്റാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? സച്ചിൻ തെണ്ടുൽക്കറിന് പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഒരു യങ് ബാറ്റ്സ്മാനെ പോലെയാണ് ഇപ്പോഴും കളിക്കുന്നത്. അദ്ദേഹം ഇന്നും 20 വർഷം മുന്നേ എങ്ങനെയാണോ അദ്ദേഹം കളിച്ചത്, ഇന്നും അദ്ദേഹത്തിൻ്റെ പ്രിപ്പറേഷൻ അങ്ങനെയാണ്. അദ്ദേഹം കുഞ്ഞുപ്രായത്തിൽ എങ്ങനെയാണോ പ്രാക്ടീസ് ചെയ്തത് ഇന്നും അങ്ങനെ തന്നെ ചെയ്യാറുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫോക്കസും അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ അദ്ദേഹം ഒരു 10,000 റൺസ് സ്കോർ ചെയ്താലും ആ ഒരു ആറ്റിറ്റ്യൂഡ് അദ്ദേഹം ഒരിക്കലും പുറത്ത് കാണിക്കാറില്ല. പിന്നെ അടുത്ത മാച്ചിൽ അദ്ദേഹം ഔട്ടായാൽ പോലും ഇങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യും, അതായത് അദ്ദേഹം എന്തിനാണ് ഔട്ടായത്. സോ അദ്ദേഹം ഗെയിമിൽ അങ്ങനെ ഒരു തരത്തിലും സാറ്റിസ്ഫൈ ആവാറില്ല. ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ചാൽ സച്ചിൻ തെണ്ടുൽക്കർക്ക് താങ്കൾ ഗ്രാൻഡ് ഫാദർ ബുക്ക് കൊടുത്തെന്നാണ്. ഗ്രാൻഡ് ഫാദർ എന്ന് വെച്ചാൽ അത് ഞങ്ങൾ
കഴിഞ്ഞ 20 വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും കുഞ്ഞുപ്രായം മുതലേ അദ്ദേഹത്തെ ടി വിയിൽ കാണുന്നുണ്ട്. പിന്നെ ഇന്ത്യയെ ക്രിക്കറ്റ് മാച്ചുകൾ അദ്ദേഹം ജയിപ്പിക്കാറുണ്ട്. ക്രിക്കറ്റിന്റെ പേര് പറഞ്ഞാൽ തന്നെ നമുക്ക് അദ്ദേഹത്തെയാണ് ഓർമ്മ വരിക. ആക്ച്വലി അദ്ദേഹം ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയിട്ട് 20 വർഷമായി, അതായത് 4 ഡിക്കേഡ്സായി. 89-ലാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. 90s അദ്ദേഹം കളിച്ചു, പിന്നെ 2010-ൽ അദ്ദേഹം കളിച്ചു, പിന്നെ 2011. ആക്ച്വലി അദ്ദേഹം 4 ഡിക്കേഡുകൾ കളിച്ചിട്ടുണ്ട്. നമ്മളത് കാണുന്നുമുണ്ട്. സോ ആക്ച്വലി അദ്ദേഹത്തെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയാമല്ലോ. അദ്ദേഹം താങ്കൾക്ക് വാണിംഗ് ചെയ്തതായിട്ടാണ് കേട്ടത്. എന്നെ ഇടയ്ക്കിടയ്ക്ക് ഗ്രാൻഡ് ഫാദർ എന്ന് വിളിച്ചാൽ നിന്റെ പേരെന്താണെന്ന് ഞാൻ എല്ലാവരോടും പറയുമെന്ന്. അതെ, എനിക്ക് അദ്ദേഹം വാണിംഗ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വീണ്ടും അങ്ങനെ വിളിക്കുന്നില്ല. അതൊരിക്കലും നന്നാവില്ല. പിന്നെ ഈ കാര്യവും ഞാൻ അറിഞ്ഞു, താങ്കളുടെ കുസൃതിക്കെല്ലാം വലിയ സപ്പോർട്ട് ഹർഭജൻ സിംഗ് ആണെന്നുള്ളതാണോ? അതെ, അദ്ദേഹമാണ് പ്ലാനുകൾ ഇടാറുള്ളത്. ഞങ്ങളുടെ ടീമിൽ എല്ലാവരേക്കാളും അദ്ദേഹമാണ് കുസൃതിക്കാരൻ. ഓ, അപ്പൊ താങ്കളൊന്നും ചെയ്യുന്നില്ല? ഞാനൊന്നും ചെയ്യാറില്ല. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാറുണ്ട്. അദ്ദേഹം ഒരു തവണ സൗരവ് ഗാംഗുലിയെ എങ്ങനെ ഫൂൾ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ എന്താ ചെയ്തത്? പാകിസ്ഥാന്റെ കൂടെ ഞങ്ങൾക്കൊരു മാച്ച് ഉണ്ടായിരുന്നു. അത് ഏപ്രിൽ ഫൂളിന്റെ അന്നായിരുന്നു. സോ ഹർഭജൻ സിംഗ് ഒരു ലിസ്റ്റ് റെഡിയാക്കിയിട്ട് പ്ലാൻ ചെയ്തു. നെക്സ്റ്റ് ഡേ അദ്ദേഹം മാച്ച് തുടങ്ങുന്നതിന് മുന്നേ ആ ലിസ്റ്റ് ചാനലുകാർക്ക് കൊടുത്തു. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഹർഭജൻ സിംഗ് സീരിയസ് അല്ല, ഗെയിമിൽ തീരെ കോൺസെൻട്രേഷൻ ഇല്ല, പിന്നെ രാഹുൽ ദ്രാവിഡ് ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല. ഇങ്ങനെയുള്ള ലൈൻസൊക്കെ ഞങ്ങൾ റെഡിയാക്കിയിരുന്നു. പിന്നെ അടുത്ത ദിവസം ഹർഭജൻ സിംഗ് ലിസ്റ്റ് കാണിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങളിതൊക്കെ പ്രസിഡന്റ് എടുത്ത് പറഞ്ഞു എന്ന്. പിന്നെ എല്ലാവരും അവരുടെ സാധനം എടുത്തുകൊണ്ട് അദ്ദേഹത്തെ തല്ലാനായിട്ട് പുറകെ ഓടി. സൗരവ് ഓടിപ്പോയി പറഞ്ഞു, നിങ്ങൾ നിൽക്ക്, ഞാൻ പറയുന്നത് കേൾക്കുകയെന്ന്. പിന്നെ അദ്ദേഹം എത്രമാത്രം നെർവസായി എന്ന് ചോദിച്ചാൽ ആക്ച്വലി അപ്പോൾ ദാദ കരയുന്നത് പോലെയായി. അപ്പോൾ ഞങ്ങളെല്ലാവരും ചേർന്ന് പറഞ്ഞു ദാദ ഏപ്രിൽ ഫുൾ ആണെന്ന്. അപ്പോൾ അദ്ദേഹം ഞങ്ങളെ ബാറ്റെടുത്ത് അടിക്കാൻ ഓടി. എത്രയോ ക്യാപ്റ്റന്മാരോടൊപ്പം താങ്കൾ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്, പക്ഷേ അതിൽ വളരെ അഗ്രസീവായത് സൗരവ് ഗാംഗുലിയാണോ? തീർച്ചയായിട്ടും ഗാംഗുലി അഗ്രസീവ് ആണ്, പക്ഷേ എല്ലാവരേക്കാളും അഗ്രസീവായിട്ടുള്ളത് അനിൽ കുംബ്ലെ തന്നെയാണ്. അദ്ദേഹം താങ്കളുടെ അടുത്ത് ദേഷ്യപ്പെടാറുണ്ടോ? ഇല്ല, അദ്ദേഹം ബോളിംഗ് ചെയ്യുമ്പോൾ ഞാൻ പോയിന്റ് പൊസിഷനിലായിരിക്കും നിൽക്കുക. പിന്നെ മുഹമ്മദ് കൈഫ് കവറിൽ നിൽക്കും. ഞങ്ങളുടെ ഇടയിൽ കൂടി ഒരു റണ്ണ് പോയാൽ പോലും അദ്ദേഹം ഞങ്ങളെ വല്ലാതെ ചീത്ത പറയുമായിരുന്നു. ആക്ച്വലി അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യൻ തന്നെയാണ്, പക്ഷേ ഞങ്ങളോട് ഇടയ്ക്കിടെ ചൂടാവാറുണ്ടായിരുന്നു, അത്രമാത്രം. ഫീൽഡിൽ താങ്കളും ഒന്നും ദേഷ്യത്തിൽ കുറവുള്ള ആളല്ല. എൻ്റെ അടുത്ത് 1-2 ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ഇത് ഓഗസ്റ്റ് ആണ്, കുറച്ച് മാസത്തിന് മുമ്പാണ് ഇത് സംഭവിച്ചത്. താങ്കൾ ഒരു 12th മാനാണ്. താങ്കൾ ശ്രീലങ്കയിൽ ഓഡിയൻസിനോടൊപ്പം വലിയൊരു വഴക്കുണ്ടാക്കുന്നു. ഞാൻ ആരുടെ കൂടെയും വഴക്കുണ്ടാക്കിയിട്ടില്ല. ഞാനൊരിക്കലും അത് ആഗ്രഹിക്കുന്ന ഒരാളല്ല. അതെന്താണെന്ന് വെച്ചാൽ അന്ന് ആക്ച്വലി അവരുടെ ബിഹേവിയർ അത്ര നല്ലതല്ലായിരുന്നു. അവർ അന്ന് നമ്മുടെ ഒരു പ്ലെയറിനെ പറ്റി വളരെ മോശമായിട്ട് സംസാരിച്ചു. ഞാനപ്പോൾ അവരോട് പോയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല എന്ന്. പിന്നെ അത്ര സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന ആളൊന്നും അല്ലെന്നറിയാം. അല്ല, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. ഞാൻ അവരോട് കുറച്ച് അഗ്രസീവായിട്ട് തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ ഈ ചെയ്തതൊന്നും ശരിയല്ല എന്ന്, ഇനി ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നും. പക്ഷേ അവരങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അപ്പോൾ അതോറിറ്റിയായിട്ട് ICC ഉണ്ടായിരുന്നു. അവിടെ ജോലി ചെയ്യുന്നവരോട് പറഞ്ഞു ദിസ് ഈസ് നോട്ട് റൈറ്റ് എന്ന്. അതത്ര വലിയ കാര്യമൊന്നുമല്ല, വലിയ വിഷയമാക്കാൻ വേണ്ടി മാത്രം. ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം. 2009 ജൂണിൽ കെവിൻ പീറ്റേഴ്സൺ, അദ്ദേഹത്തോടൊപ്പം ഫീൽഡിൽ താങ്കൾ വഴക്കുണ്ടാക്കിയോ? അതെ, ഫീൽഡിൽ വെച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ താങ്കൾ അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്തു, കുരങ്ങിനെ പോലെ കോ അങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട്. അല്ല, ആക്ച്വലി ഞാൻ അദ്ദേഹത്തെ ഒരുപാട് തവണ ഔട്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എൻ്റെ ബോളിംഗ് ഇഷ്ടമല്ല. അദ്ദേഹം ഒന്ന് എനിക്കൊരു പേരിട്ടു, പായ് ചക്കർ എന്ന്. പായ് ചക്കറിൻ്റെ അർത്ഥം അത് ബോൾ നേരെ എറിയാൻ അറിയാത്ത ഒരാളെന്നാണ്. അങ്ങനെയുള്ളവർ ബോൾ സൈഡിലൂടെ എറിയും, അവർക്ക് ബോൾ നേരെ എറിയാൻ ഒരിക്കലും അറിയില്ല. സോ അദ്ദേഹം എനിക്ക് അങ്ങനെ ഒരു പേരിട്ടു. പിന്നെ മാച്ചിൽ വെച്ച് ഒരു ആർഗ്യുമെൻ്റ് നടന്നിരുന്നു. അദ്ദേഹം എന്നെപ്പറ്റി എന്തോ ഒരു കാര്യം പറഞ്ഞു, ഞാനും അതിന് തിരിച്ചു പറഞ്ഞു, അത്രയേ ഉള്ളൂ. താങ്കൾ അദ്ദേഹത്തിന്റെ പിറകിൽ നിന്നുകൊണ്ട് എന്തോ ആക്ടിംഗ് ഒക്കെ കാണിച്ചല്ലോ. ഓ, അദ്ദേഹം എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ നീ ഒരു വലിയ പ്ലെയർ ആണെന്നാണോ നിന്റെ വിചാരമെന്ന്. നീ സ്വയം എന്താ വലിയ ദൈവമായിട്ട് കരുതിയാണോ? ഗോഡ്, നീ ദൈവമൊന്നുമല്ല, നീ ഒരു പ്ലെയർ മാത്രമാണ്. സോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഞാൻ ദൈവമാണെന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല, ഞാൻ വെറും പ്ലെയർ മാത്രമാണ്. പക്ഷേ നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ ഈ ആക്ടിംഗ് ഒക്കെ, ഇത് ശരിയാണോ എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ ചെയ്താൽ മാത്രം അത് തെറ്റ്, നിങ്ങൾ ചെയ്താൽ ശരി. അന്നവിടെ അത്രയും നടന്നുള്ളൂ സാർ. ഒരു സൗത്ത് ആഫ്രിക്കനാണ്, ഡെയിൽ സ്റ്റീങ്. അദ്ദേഹത്തിനോടൊപ്പം എന്തോ വഴക്കുണ്ടാക്കിയെന്ന് കേട്ടു. ഡെയിൽ സ്റ്റേൻ്റെ കൂടെ ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നമൊന്നും നടന്നിട്ടില്ല. അദ്ദേഹം വളരെ വേഗത്തിലായിരുന്നു പന്ത് എറിഞ്ഞത്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് സ്ലോ ആയിട്ട് എറിയാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ.
താങ്കൾ ഫീൽഡിലും ഇതുപോലെ സ്നേഹത്തോടാണോ സംസാരിക്കാറുള്ളത്? അല്ല, ഞാൻ അദ്ദേഹത്തെ ഒന്ന് മാറ്റി നിർത്തിയിട്ടാണ് പറഞ്ഞത് നിങ്ങൾ കുറച്ച് മെല്ലെ എറിയെന്ന്. പിന്നെ പാകിസ്ഥാന്റെ ഉമർ ഗുൽ. ഉമർ ഗുളിൻ്റെ കൂടെയും ഇതുപോലെ ചെറിയ പ്രശ്നമേ ഉള്ളൂ, അല്ലാതെ വലുതൊന്നുമില്ല. എനിക്ക് ഓർമ്മയുണ്ട്, അതായത് ഇന്ത്യക്കും പാകിസ്ഥാനും എപ്പോൾ മാച്ച് നടന്നാലും അതെപ്പോഴും ഒരു വ്യത്യസ്തമായ മാച്ച് തന്നെയായിരിക്കും. രണ്ട് ടീമും ജയിക്കാൻ വേണ്ടി അത്രയ്ക്കും കഠിനമായിട്ട് ശ്രമിക്കും. പിന്നെ ആരും തന്നെ അതിലൊരു കോംപ്രമൈസും ചെയ്യില്ല. പിന്നെ അകത്ത് എത്രമാത്രം അഗ്രഷൻ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ആരൊക്കെ നമ്മുടെ അടുത്തുണ്ടായാലും എല്ലാവരും അങ്ങനെ തന്നെ ചിന്തിക്കുകയുള്ളൂ. അതായത് ഇന്ത്യ പാകിസ്ഥാനെതിരെ ജയിക്കണമെന്ന്. അത് പാകിസ്ഥാനിലുള്ളവരാണെങ്കിൽ നേരെ ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കും. അവരെപ്പോഴും അവരുടെ ടീം ജയിക്കണമെന്ന് ചിന്തിക്കും. സോ അങ്ങനെയുള്ളപ്പോൾ എപ്പോഴും ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവാറുണ്ട്. അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് പാകിസ്ഥാനെതിരായിട്ട് കളിക്കുമ്പോൾ കുറച്ച് അഗ്രസീവ് കൂടുതൽ വരും, താങ്കൾക്ക് ദേഷ്യം വരുമെന്നാണോ? അല്ല, ഒരു തരത്തിൽ ഇറ്റ്സ് ഡിഫറെൻറ്റ്. അതായത് നമുക്കൊരു പ്രത്യേക ചിന്ത വരും, അതായത് പാകിസ്ഥാനെതിരെ തോക്കാൻ പാടില്ല എന്ന്. കാരണം നമുക്ക് എപ്പോഴും ആ ഒരു രാജ്യത്തിനെതിരെ മാത്രം ഒരിക്കലും ജയിക്കാൻ. പാകിസ്ഥാന്റെ അടുത്ത് തോറ്റുപോയ പബ്ലിക് അടിക്കുമല്ലേ? അതും ശരിയാണ്. പാകിസ്ഥാനെതിരെ തോൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എല്ലാവർക്കും തല്ല് കിട്ടും. അതുകൊണ്ട് അവരോട് തോൽക്കാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. അതുകൊണ്ട് വളരെ വാശിയോടെ തന്നെ ഞങ്ങൾ കളിക്കും. ഒരു പ്ലെയർ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ താങ്കൾക്കും ധോണിക്കും നല്ല പൊരുത്തമാണ് എന്നാണ്. അതായത് ക്യാപ്റ്റനൊപ്പം എനിക്ക് എല്ലാവരോട്ടും യോജിച്ചു പോകാൻ പറ്റും. പക്ഷേ ഇക്കാര്യത്തിൽ താങ്കൾ ശരിക്കും ദേഷ്യപ്പെട്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ധോണിയുടെ കല്യാണത്തിന് ഡാൻസ് കളിക്കാൻ പറ്റിയില്ലെന്ന്. അതെ, അദ്ദേഹം എന്നെ കല്യാണത്തിന് ക്ഷണിച്ചില്ല. അതെന്തുകൊണ്ടാണ് ചെയ്യാതിരുന്നതെന്ന് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണം. അതുകൊണ്ട് എനിക്ക് ഈ കല്യാണത്തിൽ ഡാൻസ് കളിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ താങ്കൾ അദ്ദേഹത്തോട് ചോദിച്ചില്ലേ എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ലെന്ന്? അദ്ദേഹത്തോട് എപ്പോൾ ചോദിച്ചാലും അദ്ദേഹം ഒഴിഞ്ഞു മാറാറാ പതിവ്. പ്രസ് കോൺഫറൻസ് ഉണ്ടെന്ന് പറയും, നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയും, അല്ലെങ്കിൽ അദ്ദേഹം എവിടെയെങ്കിലും കഴിക്കാൻ പോകണമെന്ന് പറയും. ഒരു ദിവസം അദ്ദേഹത്തിനെ ഞങ്ങൾ പിടിക്കും. ഉറപ്പായിട്ടും ഞങ്ങൾ 11 പേരുടെയും കയ്യിൽ അദ്ദേഹത്തിനെ കിട്ടും. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ കല്യാണ സമയത്ത് ധോണിയെ താങ്കൾ വിളിക്കില്ലേ? ഇല്ല, ഞാനും അദ്ദേഹത്തെ ക്ഷണിക്കാൻ പോകുന്നില്ല. അദ്ദേഹം ഒരാഴ്ച മുന്നേ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു, നീയും പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കണമെന്ന്. അപ്പം ഞാനും പെട്ടെന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ കഴിച്ചാൽ എനിക്ക് നിന്റെ കല്യാണത്തിൽ ഡാൻസ് കളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെ വിളിക്കില്ല എന്ന്. ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു നിങ്ങളെ ക്ഷണിക്കില്ല എന്ന കാര്യം. പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു, അദ്ദേഹത്തിന്റെ ഭാര്യ സാക്ഷിയെ താങ്കൾക്ക് വളരെ നന്നായിട്ട് അറിയാമെന്ന്. അല്ല, അവർ വളരെ സ്വീറ്റാണ്. അവരോട് സംസാരിച്ചിരിക്കാനൊക്കെ നല്ലൊരു ഫീലാണ്. ധോണിയുടെ ഓപ്പോസിറ്റായിട്ടുള്ളൊരു ക്യാരക്ടർ, അതായത് വളരെ ശാന്തയാണ്, പിന്നെ വളരെ കൂളാണ്. പിന്നെ സാക്ഷി വളരെ യങ് ആണ്, പിന്നെ വൈബ്രൻ്റ് ആണ്. അവർ വളരെ സ്വീറ്റായിട്ടുള്ള കപ്പിളാണ്. ഞങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും കളിയാക്കാറുണ്ട്. ഞങ്ങൾ ചിലപ്പോൾ ഒന്നിച്ചും അവരെ കളിയാക്കാറുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ യുവരാജ് സിംഗിനോടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും തുടരുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു വലിയ മത്സരത്തിന് മുൻപ് ഒന്നുകിൽ യുവരാജ് സിംഗിന് ശരീരത്തിൽ പരിക്ക് പറ്റും, അല്ലെങ്കിൽ മനസ്സിൽ പരിക്ക് പറ്റും. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്രിക്കറ്ററായ യുവരാജ് സിംഗിനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ക്രിക്കറ്റർ യുവരാജ് സിംഗിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന്റെ അശ്രദ്ധ കാരണം ഫോം നശിപ്പിച്ചു എന്നുള്ളതാണ്. യുവരാജ്, താങ്കൾ എങ്ങനെയുള്ള പ്ലെയർ ആണെന്ന് വെച്ചാൽ താങ്കൾ ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന സമയത്ത് ഓപ്പോസിറ്റിലുള്ള ടീംകാർ പേടിക്കും. T20 വേൾഡ് കപ്പിൽ, അതായത് 2 വേൾഡ് കപ്പിലും താങ്കൾ അടിപൊളിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം താങ്കളെ കാണുമ്പോൾ IPL-ൽ 14 മാച്ചിൽ 256 റണ്ണാണ് താങ്കൾ എടുത്തത്. T20 വേൾഡ് കപ്പിൽ 5 മാച്ചിൽ നിന്നും വെറും 72 റണ്ണാണ് എടുത്തിരിക്കുന്നത്. ഇത് ശരിയാണോ? നിങ്ങൾ വളരെ നന്നായിട്ട് തന്നെ കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഫസ്റ്റ് വേൾഡ് കപ്പ് റണ്ണ് പറഞ്ഞില്ല, സെക്കൻഡ് വേൾഡ് കപ്പ് റണ്ണും പറഞ്ഞില്ല. തേർഡ് വേൾഡ് കപ്പിൽ ഞാൻ അത്രയ്ക്കൊന്നും റൺസ് എടുത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ചില മാച്ചുകൾക്കിടയിൽ എനിക്ക് ഇഞ്ചുറി സംഭവിച്ചു. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഒരേ ഭാഗത്ത് തന്നെ ഒരുപാട് തവണ പരിക്കുകൾ പറ്റി. ഞാൻ വീണ്ടും കംബാക്ക് നടത്തി നല്ല രീതിയിൽ കളിക്കാൻ എനിക്ക് പ്രയാസം തോന്നി. എനിക്ക് സീരിയസ് ആയിട്ടുള്ളൊരു റിസ്റ്റ് ഇഞ്ചുറി സംഭവിച്ചു, നീ ഇഞ്ചുറിയും സംഭവിച്ചു. ഈ 2 ഇഞ്ചുറിക്കും ശേഷം എനിക്ക് ഒരു 3 ഫ്രാക്ചറും ഉണ്ടായി. ലാസ്റ്റ് സീസണിൽ എനിക്ക് നെക്ക് ഇഞ്ചുറിയും ഉണ്ടായി. സോ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഒരുപാട് ഇഞ്ചുറികൾ സംഭവിച്ചു. ഞാനും എക്സ്ക്യൂസുകളൊന്നും പറയുന്നില്ല. ഞാൻ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായി.
ഈ 10-15 വർഷങ്ങൾക്കിടയിൽ ഒരു ബാറ്റ്സ്മാന് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. ജീവിതത്തിൽ എപ്പോഴും ഫോം മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. സോ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഒരിക്കലും പരിശ്രമിക്കാതിരുന്നിട്ടില്ല. പക്ഷേ ഐ ആം ഷുവർ ഇപ്പോൾ എൻ്റെ ഫോം അത്ര നല്ലതായിരിക്കില്ല, പക്ഷേ ഉറപ്പായിട്ടും ഞാൻ കംബാക്ക് നടത്തും. ഗാരി ക്രിസ്റ്റൻ പറഞ്ഞു വേൾഡ് കപ്പ് കളിക്കുന്ന സമയത്ത് 3 പ്ലേയേഴ്സ് ഫിറ്റല്ല, അതിൽ താങ്കളുടെ പേരും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ താങ്കൾ ഫിറ്റല്ല, പരിക്കുകൾ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ എന്തിനു വേണ്ടിയാണ് താങ്കൾ കളിക്കാൻ പോയത്? അല്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാൻ ഫിറ്റ് അല്ല, ഞാൻ കളിക്കാൻ പോകുന്നില്ല എന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ അതിനു മുന്നേ എനിക്ക് ഇഞ്ചുറി ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഇഞ്ചുറിക്ക് മുന്നേ IPL നടന്നിരുന്നു, അതിൽ ഞാൻ കളിച്ചിരുന്നു. പിന്നെ 2020 വേൾഡ് കപ്പ് കളിക്കാൻ പോയി. പിന്നെ എനിക്കൊരിക്കലും ഇങ്ങനെ തോന്നിയിട്ടില്ല, അതായത് ഞങ്ങളുടെ കോച്ച് ഒരാളെ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്യുന്നു എന്നൊന്നും. അദ്ദേഹം ഒരിക്കലും അങ്ങനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ഒരുപക്ഷെ റെക്കോർഡുകൾ നോക്കുകയാണെങ്കിൽ അത് വളരെ വിചിത്രമാണ്. ഏതെങ്കിലും വലിയ മാച്ച് നടക്കുന്ന സമയത്ത് ഒന്നുകിൽ യുവരാജിന്റെ ശരീരത്തിന് പരിക്ക് പറ്റും, അല്ലെങ്കിൽ മനസ്സിന് പരിക്ക് പറ്റും. മാനസികമായിട്ട് എനിക്ക് ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ഈടെയായിട്ട് ശരീരത്തിന് ഒരുപാട് പരിക്കുകൾ പറ്റുന്നുണ്ട്. ഐ തിങ്ക് രണ്ടിൽ നിന്നും പെട്ടെന്ന് തന്നെ മുക്തനാവാൻ കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. വിരലിൽ പരിക്ക്, റിസ്റ്റിൽ പരിക്ക്, ഷോൾഡറിൽ പരിക്ക്. അങ്ങനെയാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാത്ത സ്ഥലം ശരീരത്തിൽ ഒന്നും തന്നെ കാണില്ലല്ലോ അല്ലേ? ലക്കിലി എനിക്ക് ഇതുവരെ ഒരു ഓപ്പറേഷനും നടന്നിട്ടില്ല, പക്ഷേ പരിക്കുകൾ ഒരുപാട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ താങ്കൾക്ക് ഇങ്ങനെ തോന്നാറില്ലേ, ക്രിക്കറ്റ് നിറയെ കളിക്കുന്നത് കൊണ്ട് പരിക്കുകൾ പറ്റുന്നു, പക്ഷെ അതിൽ നിന്ന് റിക്കവർ ആവാൻ സമയം കിട്ടുന്നില്ലെന്ന്? അല്ല, ചിലപ്പോൾ ഇങ്ങനെ നടക്കും. അതായത് T20 ഫോർമാറ്റ് വന്നതിന് ശേഷം ക്രിക്കറ്റ് വളരെ ജനപ്രിയമായി. ഇതിനു മുന്നേ 50 ഓവറും പിന്നെ ടെസ്റ്റ് മാച്ചും ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ളത് T20 മാച്ചുകളോടാണ്. കാരണം ഗെയിം വളരെ ഫാസ്റ്റ് പേസിൽ നടക്കും. സോ ഒബ്വിയസ്ലി നിങ്ങൾ എത്രമാത്രം ക്രിക്കറ്റ് കളിക്കുന്നുവോ, അതായത് ഏത് ജോലിയായാലും അധികം ചെയ്യുകയാണെങ്കിൽ പരിക്ക് പറ്റും. പക്ഷേ നമുക്ക് യോജിച്ച രീതിയിൽ, നമ്മുടെ പ്രൊഫഷന് യോജിച്ച രീതിയിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ എന്നും മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ഈ കാര്യത്തിൽ വ്യക്തതയുള്ളവരായിരിക്കണം. അതായത് ഏത് ഫോർമാറ്റാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്, ഏത് വർഷമാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഒരു പ്ലെയർ എന്ന നിലയ്ക്ക് നമ്മൾ ഇത് വളരെ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ ആസ് എ പ്രൊഫഷണൽ നമ്മുടെ ശരീരത്തെ പറ്റിയും നമ്മൾ അറിഞ്ഞിരിക്കണം. സന്ദീപ് പാട്ടീൽ ഒരിക്കൽ പറഞ്ഞു, യുവരാജ് സിംഗ് എങ്ങനെയുള്ള പ്ലെയർ ആണെന്ന് വെച്ചാൽ അദ്ദേഹം ആരും പറഞ്ഞാലും കേൾക്കില്ല. നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും ശരി, അദ്ദേഹം തൻ്റെ സ്റ്റൈലിലാണ് കളിക്കുന്നത്. എത്ര പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിലാണ് ഫീൽഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പരിക്കുകളൊക്കെ പറ്റുന്നത്. ഞാൻ എല്ലാവരും പറയുന്നതും കേൾക്കും, പക്ഷേ എനിക്കിഷ്ടമുള്ളതേ ഞാൻ ചെയ്യൂ. കാരണം ഐ ഫീൽ ഞാൻ എങ്ങനെയാണോ സ്വന്തം രാജ്യത്തിനു വേണ്ടി കളിച്ചത്, എത്രമാത്രം താല്പര്യത്തോടെ, എത്രമാത്രം ഡെഡിക്കേഷനോടെ, എത്ര ഹാർഡ് വർക്ക് ചെയ്താണോ ഞാൻ വന്നത്, അതേ മെത്തേഡ് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുക. എൻ്റെ അറ്റാക്കിംഗ് മൈൻഡ്, പിന്നെ അതുകൂടാതെ എൻ്റെ അഗ്രസീവ്നെസ്, പിന്നെ എൻ്റെ ബോഡി, പിന്നെ എൻ്റെ ടോൺ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ് ഞാൻ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ സക്സസ് ആയത്. ഒരുപക്ഷെ എനിക്ക് ഇങ്ങനെ തോന്നുകയാണെങ്കിൽ, അതായത് നമ്മൾ കളിക്കുന്ന സമയത്ത് ഒരുപാട് തെറ്റുകൾ സംഭവിക്കും. ആ തെറ്റുകളിൽ നിന്ന് നമ്മൾ പഠിക്കും. പക്ഷേ എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. എൻ്റെ ഈ അഗ്രസീവ്നെസ്, ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ടോൺ, ഇതൊക്കെ മാറ്റിയാൽ ഞാൻ സക്സസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, താങ്കൾ ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന സമയത്ത് TV-യിൽ കാണുന്ന ഓഡിയൻസ് ക്ലാപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ കമന്ററി പറയുന്ന ആൾ പറയും, യുവരാജ് സിംഗ് ഗ്രൗണ്ടിൽ ഇറങ്ങിയിരിക്കുകയാണെന്ന്. ഇനി സ്കോർ വേഗത്തിൽ ചലിക്കാൻ തുടങ്ങുന്നു. പക്ഷേ അതിനും വേഗത്തിൽ താങ്കൾ തിരിച്ചു പോരും. അതെ, ഇതുവരെ അങ്ങനെ ഔട്ടായ ബാറ്റ്സ്മാൻ ഞാൻ മാത്രമാണെന്ന് തോന്നുന്നു. നോക്കൂ, ക്രിക്കറ്റ് ഒരു ഗെയിമാണ്. അതിലെ സക്സസ് റേറ്റ് <less than 50% ഫോർ എ ബാറ്റ്സ്മാൻ ആൻഡ് എ ബോളർ. എൻ്റെ അഭിപ്രായത്തിൽ ഏതൊരു ബാറ്റ്സ്മാൻ ആയാലും എല്ലാ മാച്ചുകളിലും ഒരുപോലെ റൺസ് എടുക്കാൻ പറ്റില്ല. എക്സെപ്ഷണൽ ബാറ്റ്സ്മാൻമാരുണ്ട്, ലൈക്ക് തെണ്ടുൽക്കർ. പക്ഷേ ഈ ഗെയിമിൽ തീർച്ചയായും സക്സസ് റേറ്റ് എപ്പോഴും വളരെ ലിമിറ്റഡ് ആയിരിക്കും. താങ്കൾ പറയുന്നത് ഞാൻ അംഗീകരിക്കുകയാണ്. അതായത് ബാറ്റിങ്ങിൽ ഒരു പക്ഷേ സക്സസ് റേറ്റ് 50% ആയിരിക്കാം. പക്ഷേ ബോളിങ്ങിൽ വിക്കറ്റ് കിട്ടുന്നത് അതും താങ്കളുടെ കൈവശമല്ല. പക്ഷേ ഫീൽഡിങ്ങിൽ ബോൾ പിടിക്കുന്നത് താങ്കൾ തന്നെയല്ലേ? അല്ല, അതും ശരിയാണ്. ബോൾ പിടിക്കുക എന്നത് നമ്മുടെ കയ്യിലെ കാര്യമാണ്. പക്ഷേ ബോൾ പിടിക്കുക എന്നത് ബോൾ മൈതാനത്തിൽ കുത്തി ചിലപ്പോൾ നമ്മുടെ മേലെ കൂടി പോവും. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, അതായത് ഈ കോഴി ഫാമുകളിൽ ഒരാൾ എപ്പോഴും കോഴിയെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, അതിനെ കറി വെച്ച് കഴിക്കാൻ വേണ്ടി. പക്ഷേ അതിനെ പിടിക്കാൻ കിട്ടില്ല. അയാളുടെ അവസ്ഥ തന്നെയാണ് ഞങ്ങളുടേതും. അയാളും ഒരു തരത്തിൽ ഫീൽഡിംഗ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ചില സമയങ്ങളിൽ ബോൾ എങ്ങനെയാണ് വരിക എന്നത് പറയാൻ പറ്റില്ല. അത് ഐസൈറ്റ് വിട്ട് പുറത്തു പോകും. പിന്നെ താങ്കൾ നല്ലൊരു ഫീൽഡറാണെന്നുള്ള പേര് എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയുള്ള ഫീൽഡറാണെന്ന് വെച്ചാൽ താങ്കളെ കടന്ന് ബോൾ ഒരിക്കലും പോകില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ താങ്കളെ പോയിന്റിൽ നിന്നും മിഡ് ഓഫിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അതെ, അത് സത്യമാണ്. ഞാൻ തന്നെ പോയിന്റിൽ നിന്ന് മൂവ് ചെയ്ത് മിഡ് ഓഫിലേക്ക് പോയതാണ്.
കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് എനിക്ക് പോയിന്റിൽ ഫീൽഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിട്ടില്ല. കാരണം ഒരുപാട് ഇഞ്ചുറീസ് സംഭവിച്ചിട്ടുണ്ട് എനിക്ക്. ഇഞ്ചുറീസിന് ശേഷം നമ്മുടെ പഴയ പൊസിഷനിലേക്ക് പോകാൻ നമുക്ക് കുറച്ച് സമയമെടുക്കും. അതിന് കുറച്ച് കഷ്ടപ്പെടണം. പിന്നെ പോയിന്റ് എന്നെ സംബന്ധിച്ചിടത്തോളം വൺ ഡേ ക്രിക്കറ്റ് ആയാലും ടെസ്റ്റ് ക്രിക്കറ്റ് ആയാലും ആ പൊസിഷനിലേക്ക് എപ്പോഴും ബോൾ വരും. വളരെ വേഗത്തിൽ തന്നെ വരും. അത് പിടിക്കാൻ നമ്മൾ 100% ആക്റ്റീവ് ആയിരിക്കണം. അതിന് നമ്മൾ 100% ഫിറ്റും ആയിരിക്കണം. പിന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു തരത്തിലും ഒരു പരിക്കുകളും ഉണ്ടാവാൻ പാടില്ല. സോ കഴിഞ്ഞ 2 ടൂർണമെൻറ്റുകളിൽ ഞാൻ പോയിന്റിൽ ഫീൽഡ് ചെയ്തിരുന്നു. അതെനിക്ക് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. സോ ഞാൻ വീണ്ടും ഫിറ്റ്നസ് വീണ്ടെടുത്ത് പോയിന്റിൽ ഫീൽഡ് ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. താങ്കൾ പറഞ്ഞു വരുന്നത് താങ്കളുടെ പക്കൽ എന്തൊക്കെ കുറവുകൾ ഉണ്ടെങ്കിലും ഇഞ്ചുറീസ് ആണ് പ്രധാന കാരണമെന്നല്ലേ? അത് അല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. റോൾ ഇഞ്ചുറി കാരണമല്ല. ഞാൻ പറഞ്ഞത് ആ സമയത്ത് എനിക്ക് ഇഞ്ചുറികൾ കുറച്ച് അധികമായിരുന്നു എന്നാണ്. അതിന്റെ പരിണിതഫലം താങ്കളുടെ പെർഫോമൻസ് തീർച്ചയായും. പക്ഷേ ന്യൂസ് പേപ്പറിൽ എന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ താങ്കൾ IPL കളിക്കുന്ന സമയത്ത് താങ്കൾ മനഃപൂർവ്വം അണ്ടർ പെർഫോമൻസ് ചെയ്തിരിക്കുന്നു. കാരണം സംഘകാരെ കിങ്സ് 11ന്റെ ക്യാപ്റ്റൻ ആക്കിയതിന്റെ പേരിൽ താങ്കളെ ഒഴിവാക്കിയതുകൊണ്ട്. നന്നായിട്ട് കളിക്കാത്ത സമയത്ത് ഞാനതിനെപ്പറ്റിയൊന്നും ഒരിക്കലും ആവലാതിപ്പെടാറില്ല. ഓക്കെ, ഞാൻ അത്ര നന്നായിട്ട് കളിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ അതിനെ വിമർശിക്കും, അവർ അഭിനന്ദിക്കുകയും ചെയ്യും. പക്ഷേ ഈ ഒരു അലിഗേഷൻ ഞാൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറഞ്ഞത് കാരണം ക്യാപ്റ്റൻഷിപ്പ് എനിക്ക് കിട്ടിയില്ല എന്ന് വെച്ച് ഇങ്ങനെ അലിഗേഷനൊന്നും വരാൻ പാടില്ല. ഇത് തെറ്റാണ്. മാച്ച് ഫിക്സിങ്ങിന് സമാനമായിട്ടുള്ള ഒന്നാണ്. പിന്നെ ഇതൊരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇതെന്നെ ഒരുപാട് ഹേർട്ട് ചെയ്തു. ഇറ്റ് വാസ് വെരി ഹേർട്ടിങ്. ജനങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. പിന്നെ എന്നെപ്പറ്റി ആരൊക്കെയാണ് ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ കൊടുക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവരെപ്പറ്റി ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഞാൻ ആ സമയത്ത് 2 മാസത്തോളം ഇഞ്ചുറിയുടെ പിടിയിലായിരുന്നു. എൻ്റെ റിസ്റ്റ് അപ്പോൾ ഇഞ്ചേർഡായിരുന്നു. എനിക്ക് തിരിച്ചു വരാൻ വീണ്ടും 2 മാസങ്ങൾ വേണ്ടി വന്നു. പിന്നെ ഫസ്റ്റ് 2-3 മാച്ചുകളിൽ എനിക്ക് ബോൾ ശരിക്കടിക്കാൻ പറ്റിയില്ല. കാരണം ഇഞ്ചുറിക്ക് ശേഷം എപ്പോഴും ഒരു ബിൽഡപ്പ് പ്രശ്നം ഉണ്ടാവും. പതുക്കെ നമുക്ക് ഫോമിലേക്ക് വരാൻ പറ്റുള്ളൂ, പഴയ പോലെ കളിക്കാൻ. ആ സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ തുടക്കത്തിൽ ഒരുപാട് മാച്ചുകൾ തോറ്റു. അപ്പോഴാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നത്. ഞാനപ്പോൾ സംഘക്കാരോട് ഇരുന്ന് സംസാരിച്ചതാണ്. അദ്ദേഹം ടീമിന്റെ ക്യാപ്റ്റൻ ആയതിൽ എനിക്കും വളരെ സന്തോഷമായിരുന്നു. കാരണം അദ്ദേഹം ശ്രീലങ്കൻ ടീമിന്റെ ക്യാപ്റ്റനാണ്. പിന്നെ നമ്മുടെ ഫാൻസും അദ്ദേഹം ക്യാപ്റ്റൻ ആവണമെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ തീർച്ചയായും താങ്കൾ T20യിൽ ഒരു ബെസ്റ്റ് പ്ലെയറാണ്, എഫിഷ്യന്റ് പ്ലെയറാണ്. എക്സ്പീരിയൻസിലും താങ്കളാണ് മുന്നിൽ. T20യുടെ സ്റ്റാറാണ്. അപ്പോൾ താങ്കൾക്ക് ഒരുപക്ഷെ ഇങ്ങനെ തോന്നിയിരിക്കാമല്ലോ, സംഘകാര ക്യാപ്റ്റൻ ആകുമ്പോൾ ഞാനെങ്ങനെ കളിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ഈഗോ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും ഇല്ല. അദ്ദേഹം ക്യാപ്റ്റൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ കീഴിൽ ഞാൻ കളിക്കാൻ പാടില്ല എന്നൊന്നും. ക്യാപ്റ്റൻ എന്ന നിലയിൽ കളിക്കുന്നത് ഒരു പ്രത്യേക അഭിമാനമാണ്. ഞാൻ 2 വർഷം പഞ്ചാബ് ടീമിന്റെ ക്യാപ്റ്റനായിട്ട് കളിച്ചിരുന്നു. ആദ്യത്തെ വർഷം ഞങ്ങൾ സെമിഫൈനൽ വരെ പോയി. സെക്കൻഡ് ടൈമും ഞങ്ങൾ ശ്രമിച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളെ കൊണ്ട് സെമിഫൈനലിൽ എത്താൻ പറ്റിയില്ല. സോ ഇങ്ങനെയുള്ള ഈഗോ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും ഇല്ല. എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കളിക്കാൻ പാടില്ല? അദ്ദേഹം വേൾഡിൽ തന്നെ ബെസ്റ്റ് പ്ലെയറാണ്. ഏത് പ്ലെയർ ആണെങ്കിലും. ഞാൻ ധോണിയുടെ അണ്ടറിൽ കളിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് ക്യാപ്റ്റൻസിന്റെ അണ്ടറിൽ കളിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള ഈഗോ പ്രശ്നങ്ങളൊന്നും എനിക്കൊരിക്കലും ഇല്ല. വെറുതെ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? തുടർന്ന് തോറ്റുപോകുന്ന സമയത്ത് നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? അതായത് ദൈവത്തിനെയോ അതോ ഹാർഡ് വർക്കോ? ദൈവത്തിനെ എല്ലാവർക്കും വിശ്വാസം ഉണ്ടാവും. പിന്നെ ഹാർഡ് വർക്ക് അതും അത്രത്തോളം തന്നെ പ്രധാനമാണ്. പിന്നെ തോൽക്കുന്ന സമയത്ത് അത് കൂടുതൽ വേണമെന്ന് തോന്നും. വിശ്വാസത്തിനോടൊപ്പം ക്രിക്കറ്റേഴ്സിനൊക്കെ ദുർവിശ്വാസമുണ്ട്. അതായത് ഈ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങുന്ന സമയത്ത് അവര് എന്തെങ്കിലുമൊക്കെ അവർ ചെയ്യും. സൂപ്പർസ്റ്റിഷ്യസ്. അതെ, അങ്ങനെ തന്നെ. അത് എല്ലാവരിലും ഉണ്ടാവും. പ്ലേയേഴ്സ് ചില സമയത്ത് നന്നായിട്ട് കളിക്കുകയാണെങ്കിൽ അത് അവരിൽ ഇങ്ങനെയൊരു ചിന്തയുണ്ടാക്കും. അതായത് ഈ ബാറ്റ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് കളിക്കാൻ പറ്റിയത്. സോ ചില പ്ലേയേഴ്സ് ലെഫ്റ്റ് പാഡ് ആദ്യം അണിയും, അതണിഞ്ഞതിന് ശേഷമാണ് റൈറ്റ് അണിയാറ്. സോ പ്ലേയേഴ്സിന് ഇതൊരു വലിയ വിശ്വാസമായിട്ട് മാറും. ഇതുപോലെ വിശ്വസിക്കുന്നുണ്ടോ? ഞാനും എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ തെണ്ടുൽക്കർ ലെഫ്റ്റ് പാഡാണ് ആദ്യം അണിയുക എന്നുള്ളതുകൊണ്ട് ഞാനും അത് കോപ്പി ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ ടീമിലുള്ള ഒരു പ്ലെയർ ശ്രീശാന്ത്, അദ്ദേഹം ബസ്സിൽ നിന്ന് ഒരിക്കലും ഇറങ്ങില്ല. എല്ലാവരും ഇറങ്ങുന്നതുവരെ വെയിറ്റ് ചെയ്യും. അദ്ദേഹത്തെ എല്ലാവരും പിടിച്ച് വലിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം അദ്ദേഹത്തിന്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അവസാനമായിട്ട് ഇറങ്ങിയാൽ അദ്ദേഹത്തിന് നന്നായിട്ട് കളിക്കാൻ പറ്റുമെന്ന്. പക്ഷെ ഞാനീ പറഞ്ഞത് കേട്ടതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹം ഇനി മുതൽ ആദ്യം തന്നെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഒരു ന്യൂസ് പേപ്പറിൽ എന്താണ് എഴുതിയിരിക്കുന്നത് വെച്ചാൽ, ഇതിൽ എഴുതിയിരിക്കുന്നത് യുവരാജ് സിംഗിന്റെ ബാഡ് ഫോം, അതിന്റെ കാരണം താങ്കളുടെ സമയം ഇപ്പോൾ ശരിയല്ലാത്തതുകൊണ്ടാണെന്ന്. ജ്യോതിഷം അനുസരിച്ച് ഡിസംബർ 2010 ശേഷം യുവരാജ് സിംഗ് ഈ സാഹചര്യത്തിൽ നിന്നും പുറത്തേക്ക് വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനിയും 4 മാസങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് വിശ്വസിക്കാമല്ലേ, 2011 വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഇന്ത്യക്ക് വേണ്ടി യുവരാജ് സിംഗ് നന്നായിട്ട് കളിച്ച് ഇന്ത്യക്ക് വേൾഡ് കപ്പ് വാങ്ങിച്ചു കൊടുക്കും. രാഹു കേതു എന്തു തന്നെയായാലും ഞാൻ
ഇതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നതിലാണ്. ഡെഡിക്കേഷനും ഹാർഡ് വർക്കും ഉണ്ടാവണം. ഒരുപാട് പേര് ആ കാര്യങ്ങളൊക്കെ വിശ്വസിക്കാറുണ്ട്, പക്ഷേ ഞാനൊരിക്കലും അതൊന്നും വിശ്വസിക്കുന്നില്ല. സോ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി താങ്കൾ എന്ത് ചെയ്യും? ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ. ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗോൾസ് എന്താണെന്ന് ചോദിച്ചാൽ വേൾഡ് കപ്പിൽ റീച്ച് ആവുക എന്നതാണ്. നമ്മുടെ നെക്സ്റ്റ് ഇന്നിങ്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഓസ്ട്രേലിയ ന്യൂസിലാൻഡിൻ്റെ ഒക്കെ കൂടെ. പിന്നെ നമ്മുടെ ബോഡിയും വളരെ ദൃഢമായിട്ട് തന്നെ ഇരിക്കണം, സ്ട്രോങ് ആയിരിക്കണം. പിന്നെ മെൻ്റലിയും വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം. നിങ്ങൾ പറയുന്നത് പോലെ ഈ ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് അകലം പാലിക്കണം. ന്യൂസ് പേപ്പറുകൾ കുറച്ചേ വായിക്കാവൂ, TV കാണാൻ പാടില്ല. പിന്നെ നമ്മൾ ക്രിക്കറ്റിൽ മാത്രം ഫോക്കസ് ചെയ്യണം. പിന്നെ താങ്കളുടെ ബോഡി വെയിറ്റ് ഇൻക്രീസ് ആയി, അത് ഞങ്ങൾ കണ്ടു. താങ്കൾ ഗ്രൗണ്ടിൽ എൻ്റർ ആയിരുന്ന സമയത്ത് താങ്കളുടെ കുടവയറ് ഞങ്ങൾ കണ്ടു. അത് പിന്നെ അതും ഒരു തരത്തിൽ ഒരു അലിഗേഷൻ തന്നെയാണ്. അതായത് നമ്മുടെ പെർഫോമൻസ് അത്ര നല്ലതല്ലെങ്കിൽ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. നമ്മുടെ വെയിറ്റ് ഇൻക്രീസ് ആയി, നമുക്ക് ഇഞ്ചുറി ആയി, അല്ലെങ്കിൽ പുറത്ത് കറങ്ങാൻ പോയി. പക്ഷേ ഞാൻ അറിഞ്ഞിടത്തോളം ഞാനൊരിക്കലും എൻ്റെ വെയിറ്റ് 10 കിലോയൊന്നും ഇതുവരെ കൂട്ടിയിട്ടില്ല. ജനങ്ങളത് മനസ്സിലാക്കുന്നില്ല. എൻ്റെ പരിക്കുകൾ കാരണം ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഇപ്പോൾ ഓടാൻ പാടില്ല എന്ന്. ഞാൻ ഓടുകയാണെങ്കിൽ എൻ്റെ പരിക്കുള്ള ഭാഗങ്ങൾ അനങ്ങും. സോ തൽക്കാലം ഞാൻ റെസ്റ്റ് എടുക്കണം. പിന്നെ ഒരു 1.5 മാസത്തിന് ശേഷം ഞാൻ വീണ്ടും ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണം. താങ്കൾക്ക് ഇത്രയും വയറ് വന്നതിൻ്റെ കാരണം പറഞ്ഞില്ലല്ലോ. വയറ് അത് വയറ് ചാടിയത് നിങ്ങൾ ബെൽറ്റ് വളരെ ടൈറ്റായിട്ട് ഇട്ടാൽ വയറ് തീർച്ചയായിട്ടും ചാടും. ഞാൻ ഈ ഷോയ്ക്ക് വരുമ്പോൾ എൻ്റെ ബെൽറ്റ് കുറച്ച് ലൂസായിട്ട് ഇട്ടത്, കാരണം എൻ്റെ വയറ് പുറത്ത് കാണാൻ പാടില്ലല്ലോ. അത്രമാത്രമൊന്നും എൻ്റെ വയറ് ഇതുവരെ ചാടിയിട്ടില്ല. എന്നാലും ആളുകൾ അങ്ങനെയൊക്കെ പറയും. എൻ്റെ അറിവിൽ ഞാൻ എൻ്റെ ബോഡി നന്നായിട്ട് തന്നെയാണ് കെയർ ചെയ്യുന്നത്. ആസ് എ പ്രൊഫഷണൽ ഞാൻ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. സോ എൻ്റെ രാജ്യത്തിന് വേണ്ടി എനിക്കുള്ള കടമകൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. യുവരാജ്, ഞങ്ങൾക്കും ആ വിശ്വാസമുണ്ട്. താങ്കളുടെ പെർഫോമൻസിൽ മാറ്റം വരും, താങ്കൾ വീണ്ടും ഫിറ്റാകും. അതുപോലെ ഇന്ത്യക്ക് വേണ്ടി താങ്കൾ നന്നായിട്ട് പെർഫോം ചെയ്യും. അതുകൊണ്ട് ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിട്ടും. ഇനി നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കെ അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ ചേതൻ ശർമ്മയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ബ്രേക്കിന് ശേഷം വീണ്ടും കാണാം. വെൽക്കം ബാക്ക്. ആപ്കെ അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്രിക്കറ്ററായ യുവരാജ് സിംഗിനോടാണ്. ആപ്കെ അദാലത്തിൽ നമ്മൾ എല്ലാ രീതിയിലുള്ള കുറ്റങ്ങളും യുവരാജ് സിംഗിന്റെ മേൽ ആരോപിച്ചിരുന്നു. യുവരാജിന്റെ അടുത്ത് നമ്മൾ അദ്ദേഹത്തിന്റെ ബാഡ് ബോയ് ഇമേജിനെ കുറിച്ച് ചോദിച്ചു, അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് കരിയറിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബാഡ് പെർഫോമൻസിനെ കുറിച്ചും ഇഞ്ചുറിയെ കുറിച്ചും ചോദിച്ചു. ഇനി നമുക്ക് ആപ്കെ അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ ചേതൻ ശർമ്മയുടെ ജഡ്ജ്മെന്റ് നോക്കാം. നിങ്ങൾ ഈ നാടിന്റെ എത്രത്തോളം ഇമ്പോർട്ടന്റ് പ്ലെയറാന്ന് വെച്ചാൽ, യുവരാജ് സിംഗ് പിച്ചിൽ ബാറ്റുമായിട്ട് കളിക്കാൻ ഇറങ്ങിയാൽ ബൗളറിന് രാത്രി ഉറക്കം വരില്ല. ഒരുപക്ഷെ ഞാൻ ആ കളിയിലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഉറക്കം വരില്ലായിരുന്നു. ഞാൻ നിങ്ങളെ ഇവിടെയുള്ള എല്ലാ കുറ്റാരോപണങ്ങളിൽ നിന്നും വേറുമായിട്ട് പറഞ്ഞേക്കുന്നു. കാരണം നാടിന് നിങ്ങളുടെ ആവശ്യമുണ്ട്. പിന്നെ ഞാനൊരു ക്രിക്കറ്റർ, എൻ്റെ ഒരു ജഡ്ജായിട്ടാണ് ഇത് ഇവിടുന്ന് പറയുന്നത്. നിങ്ങളുടെ അടുത്ത് ഞാനൊരു ചോദ്യം ചോദിക്കുവാണ്, പിന്നെ ഒരു കാര്യവും പറഞ്ഞു തരുവാണ്. എനിക്കും ഈ നാടിന് വേണ്ടിയും ഈ നാടിലെ ജനങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ വേൾഡ് കപ്പ് 2011 വേൾഡ് കപ്പ് തീർച്ചയായും ജയിച്ചു വരണം. അതിനുവേണ്ടി ഞാൻ പറഞ്ഞയക്കുകയാണ്. യുവരാജ്, ഞങ്ങളുടെ എല്ലാം ബ്ലെസ്സിങ് താങ്കൾക്കാണ്. ദേശത്തിലുള്ള ജനങ്ങളും താങ്കളെ അനുഗ്രഹിക്കുന്നു. യുവരാജ് നന്നായിട്ട് പെർഫോം ചെയ്യുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ബാറ്റിങ്ങിലും ഫീൽഡിങ്ങിലും ബൗളിങ്ങിലും. പിന്നെ 2011 നടക്കാൻ പോകുന്ന വേൾഡ് കപ്പിൽ യുവരാജ് ശരിക്കും പെർഫോം ചെയ്യുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇന്ത്യൻ ടീം തീർച്ചയായിട്ടും വേൾഡ് കപ്പ് നേടും. അതുപോലെ തന്നെ ജനങ്ങൾ വീണ്ടും താങ്കളെ തോളിൽ വെച്ച് ആഘോഷിക്കും. ഈ ആശംസകളോടുകൂടി ഈ ഷോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പ്രാവശ്യം പുതിയൊരു അതിഥിയോടൊപ്പം വീണ്ടും വന്ന് നിങ്ങളെ കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.